കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു, പിന്നെ നാട്ടുകാർ പറഞ്ഞു, പിന്നെ കൂട്ടുകാർ പറഞ്ഞു അവൻ തോറ്റുപോകും, അവന് അങ്ങനെയാവും ഇങ്ങനെയാവും, ഇപ്പോൾ ഇപ്പം തന്നെ അവൻ്റെ പഠിത്തത്തിന് ബാധിക്കൂല. ഒരു അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഇതെൻ്റെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രൗഡായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിനാരിയോസ്. ഏജിൽ IPOയ്ക്ക് പോയേക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു സംരംഭകനാകും അതായിരിക്കില്ല, മേ ബി നോക്കേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മുടെ 2 സ്ക്രീൻ പോർട്സ് ഉണ്ട്. അത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സംഗതിയാണ്. ലൈക്ക് ഒരു ഫോൺ ബൂത്ത് പോലത്തെ ഒരു സംഗതിയാണ്. അതിൻ്റെ അകത്ത് പോയിട്ട് അലറി വിളിക്കാം, എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. സോ ദിസ് ഇസ് ലൈക്ക് ആ ഒരു ഫ്ലോർ കംപ്ലീറ്റ്ലി ഒരു ചിൽ സോൺ. എക്സ്പീരിയൻസ് നമുക്കുണ്ട്, എക്സ്പെർട്ടൈസ് നമുക്കുണ്ട്. അപ്പൊ അവരെ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ഏതൊരു ബിസിനസ് ഐഡിയനും ഈ അലൈൻ്റെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. കാരണം R&D കാര്യങ്ങൾ സംഗതികളൊക്കെ ഉണ്ടാവും. ഈവൻ ദോ നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റിലോട്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതിനൊരു ടൈമിലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണ്. ഒരു കോ-ഫൗണ്ടർ ആയിട്ടല്ല വരുന്നത്, നമ്മുടെ എൻട്രി. നമുക്ക് എപ്പോഴും നമ്മളെ ഐഡിയ ഭയങ്കര അടിപൊളിയായിരിക്കും. നമുക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊന്നെന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതിൽ പക്ഷേ പ്രാക്ടിക്കലി അതിന്റെ ഫീസിബിലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് കുറെ ചാലഞ്ചസ് ഉണ്ടാവും. എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഓൺടർപ്രണർ എന്നുള്ള ക്വാളിറ്റീനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാനും പാടില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണോ, അല്ലെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ, അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്ലോസ് ചെയ്യാൻ പറ്റില്ല. യെസ്, ഓരോ ക്വാർട്ടറിലും 30 പുതിയ ഓൺടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അവിടെ 30 ഓൺടർപ്രണേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ 300 ജോലിയാണ് അവിടെ ഉണ്ടാകുന്നത്. 3 വർഷം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3000 കൂടുതൽ തൊഴിലവസരങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുകൾ മാത്രമുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തിയെ ഒരു തവണ എല്ലാവരും കേട്ടതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ 21 വയസ്സിനിടയിൽ അദ്ദേഹം സക്സസ് ആയ ഒരു സ്റ്റോറി നമ്മളോട് പറഞ്ഞതാണ്. അന്ന് വിഷനും മിഷനുമായിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇന്ന് 2 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ ആ അന്ന് പറഞ്ഞ കാര്യങ്ങളെ മാത്രമല്ലാതെ ഒരുപാട് പുതിയ അച്ചീവ്മെൻറ്റ്സും ഒരുപാട് പുതിയ കാര്യങ്ങളും ചെയ്ത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡ് മാത്രമല്ല, തൻ്റെ കമ്പനിക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി ഇന്ന് എഗെയിൻ അദ്ദേഹം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഒന്നുകൂടെ വന്നിരിക്കുകയാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ, വളരെ അഭിമാനത്തോടെ, വളരെയധികം സന്തോഷത്തോടെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷിബിലി റഹ്മാൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിബിലി അല്ലേ. ഭയങ്കര പ്രൗഡിലാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അതേ സന്തോഷം തന്നെ ഷിബിലിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അന്ന് കഥ പറഞ്ഞു നിർത്തുമ്പോൾ 21 വയസ്സാണ്. 2 വർഷങ്ങൾ കഴിഞ്ഞു, 23 വയസ്സ്. റോയൽ അസറ്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരുപാട് വിഷനും മിഷനും പറഞ്ഞാണ് നമ്മൾ നിർത്തുന്നത്. ഇന്ന് പക്ഷെ അതെല്ലാം സക്സസ് ആക്കി മോർ ദാൻ ദാറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപാട് പേരുടെ കുറേ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയേക്കുന്ന, ഈ 23 വയസ്സ് കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ 2 വർഷത്തെ ഒരു യാത്ര? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈ ഇരിക്കുന്ന സീറ്റിലുള്ള ഒരു മൊമെൻറ്റിനെ കുറിച്ച് പറയാം. കാരണം 2 വർഷം മുന്നേ നമ്മൾ റോയൽ അസറ്റ്സിൻ്റെ ഒരു ചെറിയ മൈൽ സ്റ്റോൺസ് എന്ന് വേണം പറയാം. ഇന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ചെറിയ മൈൽ സ്റ്റോൺസിൽ നിൽക്കുമ്പോൾ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വെൽ വിഷേഴ്സ് ആയിട്ടുണ്ടായിരുന്ന, ആൻഡ് ഇന്നും ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എന്നെയാക്കി മാറ്റി, അല്ലെങ്കിൽ റോയൽ അസറ്റ്സ് ആക്കി മാറ്റിയതിൽ ഒരുപാട് ഭാഗം പങ്കുവച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മളുടെ ഇവൻറ്റ്സ് ആണെങ്കിലും നമ്മളുടെ പ്രൊമോഷൻസ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിലേക്കാണെങ്കിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ വീണ്ടും വരാൻ പറ്റുക, പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റുക, അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻറ്റിലാണ്. ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാനും ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇന്ന് നമ്മളിപ്പോൾ റോയൽ അസറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ 1-2 കമ്പനീസ് എന്തോ റൺ ചെയ്യുന്നുള്ളൂ. അന്നത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇന്ന് 1-2 കമ്പനീസേ ഉള്ളൂ, ഇത് 10-12 ആക്കണം, ഒരു മൾട്ടിപ്പിൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മൾട്ടിപ്പിൾ ബിസിനസ്സിന്റെ ഫൗണ്ടർ ആകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതെ. അപ്പോൾ അന്നത്തെ ആ ഒരു ജേണിയിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അറൌണ്ട് 22+ വെഞ്ചേഴ്സ് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. 2 വർഷം കൊണ്ട് 22 ആക്കിയത്. അതെ, അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു 14ഓളം കമ്പനീസ് നിലവിൽ റവന്യൂ മേക്കിംഗ് ആയിട്ട് ലീഡിംഗ് ആയിട്ട് അറൌണ്ട് 200+ കമ്പനീസിൻ്റെ B2Bയിലും മറ്റുമായിട്ട് സെർവ് ചെയ്യുന്ന അനന്തര വേർട്ടിക്കൽസിലായിട്ട് പല വേർട്ടിക്കൽസിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വന്നു. പിന്നെ ജേണി ആ ഒരു റൂട്ടിൽ പറയുകയാണെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ IT-ലോട്ട് എൻ്റർ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആൻഡ് സം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ കുറച്ചും കൂടി ബിയോണ്ട് ട്രാവൽ ചെയ്തു. IT-യിൽ നമ്മൾ കുറച്ചും കൂടി പ്രോമിനൻ്റ് ആയിട്ടുള്ള അക്വിസിഷൻസും കാര്യങ്ങളും ചെയ്തു. ആൻഡ് ഓൾസോ മാർക്കറ്റിംഗ് ഏജൻസീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ നമ്മൾ HR ആൻഡ് ഓപ്പറേഷൻസ്, സെയിൽസ്, അതുപോലത്തെ HR സൊല്യൂഷൻസും കൺസൾട്ടൻസിയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ, സ്റ്റാഫിംഗ്, ഓൺബോർഡിംഗ്, മാൻ പവർ കൺസൾട്ടൻസീസ് സ്റ്റാർട്ട് ചെയ്തു. ലീഗൽ ആൻഡ് ഓഡിറ്റിംഗ് സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ്
നമ്മളിന്ന് നോക്കുമ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭത്തിന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ് ബേസിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത സ്റ്റെപ്പിൽ ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് നമ്മൾ അറൗണ്ട് ഇപ്പോൾ കാലിക്കറ്റും അന്ന് നമ്മൾ തിരൂരും കൊച്ചിയിലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തിരൂർ, കാലിക്കറ്റ്, കൊച്ചിയിലും ആയിട്ട് ഏകദേശം 12ഓളം ഓഫീസസിലായിട്ടാണ് നമ്മളുടെ ഈ ടീം മൊത്തം സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത്. യെസ്. സോ അതിൽ അറൗണ്ട് ഒരു 220+ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 226 കൂടുതൽ ആൾക്കാർ എംപ്ലോയീസ് ആയിട്ട് നമ്മളുടെ മൾട്ടിപ്പിൾ കമ്പനീസിലായിട്ടുണ്ട്. അത്രയും വലിയ രീതിയിലോട്ട് സ്ട്രെങ്ത് നമ്മൾ വന്നതും എത്തിക്കാൻ പറ്റിയതും നമ്മൾ ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റാഫായാലും ടീംസ് ആയാലും നമ്മളുടെ ഫാമിലീസ് ആയിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ടീം ആൻഡ് കോ-ഫൗണ്ടേഴ്സ്, പാർട്ട്നേഴ്സ് ആൻഡ് ഓരോ സബ്സിഡറി കമ്പനീസിലും നമുക്കുള്ള പാർട്ട്നേഴ്സും കോ-ഫൗണ്ടേഴ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് തുടങ്ങിയ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇൻഡസ്ട്രീസിലോട്ട് എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രി പോസിബിൾ അല്ല. സോ ആ ഒരു ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക് ആയിട്ട് നോളജ് ഉള്ള, അവിടെ എക്സ്പെർട്ടീസ് ഉള്ള, സ്കില്ലുള്ള ആളുകളെ അവരൊരു ഐഡിയ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആയിട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും നമ്പേഴ്സിലോട്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് സപ്പോർട്ട്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് കൊടുക്കാം, ഡെവലപ്പിംഗ് കൊടുക്കാം. എല്ലാം നമ്മുടെ തന്നെ കമ്പനീസ് ഉണ്ട്. ഈവൻ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മുടെ കമ്പനീസ് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് വേണ്ട എൻഡ് ടു എൻഡ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതല്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ കണക്ഷൻസ്, നമ്മൾ ബിൽഡ് ചെയ്ത ഇത്രയും കാലത്തെ നെറ്റ്വർക്ക് ആൻഡ് ഇത്രയും കാലത്തെ ഓഡിയൻസ്, പേഴ്സണൽ ബ്രാൻഡ്, ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് റോയൽ അസറ്റ്സിനെ ഇത്രയും വലിയൊരു സ്കെയിലോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുതിയ പുതിയ വിഷനിലും പുതിയ പുതിയ മൈൽ സ്റ്റോൺസിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചെറിയ മൈൽ സ്റ്റോൺസുകൾ നമ്മൾ അച്ചീവ് ചെയ്ത് വലിയ മൈൽ സ്റ്റോൺസുകളിലോട്ട് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അടുത്ത വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ. അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സ്റ്റെപ്പിനൊരു പേരുണ്ട്, റാക്ക് അല്ലേ? ഒരു ഗംഭീര ഇവന്റ് ഒക്കെ കോഴിക്കോട് വെച്ച് നടത്തി റോയൽ അസറ്റ്സിനെ റാക്കായി വീണ്ടും ആളുകൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എങ്ങനെയായിരുന്നു ആ ഒരു റോയൽ അസറ്റ്സിൽ നിന്ന് റാക്കിലേക്കുള്ള ഒരു ജേണി? ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞു വെച്ച ആ ഒരു പോയിന്റ്സ്, ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ, ഒരു ഇൻവെസ്റ്റർ വാട്ട് അവർ നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ നമ്മളുടെ അടുത്തോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കണക്ഷൻസും ഓഡിയൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഈ പബ്ലിക് ഡൊമൈനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കഥയെല്ലാം പ്രൂവൺ ആയിട്ട് പബ്ലിക് ഡൊമൈനിൽ ട്രസ്റ്റബിൾ ആയിട്ട് വിസിബിൾ ആണ്. ലാസ്റ്റ് 5 years ജേർണി എൻ്റയർലി ഡോക്യുമെന്റഡ് ആണ്. കാരണം നമ്മളിത് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടെ അത് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ബെനിഫിറ്റാണ്. കാരണം ആര് വന്നിട്ട് നമ്മളെക്കുറിച്ച് നോക്കുന്ന സമയത്താണെങ്കിലും എവിടെ വേണമെങ്കിലും അവർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഷിബിൽ റഹ്മാൻ KP ഓർ SR KP റഹ്മാൻ ഓർ വാട്ട് എവർ റാക്ക് റോയൽ അസറ്റ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓരോ കമ്പനീസിൻ്റെയും മൈൽ സ്റ്റോൺസും ഇനാഗുറേഷൻസും ലോഞ്ചസും അതിൻ്റെ പ്രോഗ്രാംസുകളും അതിൻ്റെ ഓരോരുത്തരുടെയും ഗ്രോത്തും എല്ലാം വിസിബിളി കാണാൻ വേണ്ടി പറ്റും. സോ അതാണ് നമുക്കുള്ളൊരു വലിയ ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് റോയൽ അസറ്റ്സ് ഓൾറെഡി പുറത്ത് GCC ക്ലയൻസുമായിട്ടും B2Bയിലായിട്ടും അതുപോലെ തന്നെ പുറത്ത് പല കൺട്രീസിലായിട്ടും നമ്മൾ സർവീസസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ എല്ലാ സബ്സിഡറി കമ്പനീസും കൂടി നോക്കുന്ന സമയത്ത് ഒരു 200+ കമ്പനീസിന് നമ്മൾ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കെയിലിലോട്ട് നമ്മളും വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ ആ ഒരു ലെവലിലോട്ട് നമ്മളുടെ എക്സ്പാൻഷൻ പോകേണ്ടതുണ്ടെന്ന് വരുമ്പോഴാണ് ശരിക്കും ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. അവിടെ നമ്മൾ 16ാമത്തെ വയസ്സിലൊരു ജസ്റ്റ് ഒരു പേര് എന്നുള്ള രീതിയിൽ റോയൽ അസറ്റ്സ് എന്നുള്ള പേരിലിട്ട ആ ഒരു പേരിൽ നിന്ന് ഒരു മാറ്റം വേണം. അതിൽ തന്നെ എനിക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് പേര് മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല. കാരണം അതിനൊരു ഞാൻ അത്രയും കാലം കൊണ്ടുനടന്നൊരു സംഗതിയാണ്. അതെ. അപ്പോൾ അതിന് ഒറ്റയടിക്ക് എനിക്ക് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോവാം എന്നുള്ളൊരു ആലോചിച്ചാണ് ഓക്കെ ദെൻ റോയൽ അസറ്റ്സിനെ റോയൽ അസറ്റ്സ് ആയിട്ട് തന്നെ നിർത്താം, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ഷോർട്ട് ഫോം ആക്കി മാറ്റാം. കാരണം ഒരു ബോൾഡ് ആൻഡ് മിനിമൽ അപ്രോച്ച്, കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു വോയിസിലോട്ട് കൊണ്ടുവരുന്നതായിരുന്നു റാക്ക് എന്നുള്ള മെയിനിലോട്ട് വരാൻ കാരണം. ബേസിക്കലി റോയൽ അസറ്റ്സ് ആൻഡ് കമ്പനീസ്, റോയൽ അസറ്റ്സ് ആൻഡ് കമ്പനീസ് RAC റാക്ക്, ഇതാണ് നമ്മളുടെ പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ നമ്മളൊരു ബിഗ് 4 കമ്പനി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കമ്പനിയുമായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ EY, KPMG, PwC, അവിടെയാണ് നമ്മളുടെ വിഷൻ നമ്മൾ വെക്കുന്നത്. സോ അത്രയും ഗ്ലോബൽ ലെവലിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ഒരു കമ്പനിയായിട്ട് നമ്മുടെ കമ്പനീനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. ആൻഡ് അതിൽ ഒരു മിനിമൽ ആൻഡ് ബോൾഡ് അപ്രോച്ച്, അതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു തീമാണെങ്കിലും പാറ്റേൺസ് ആണെങ്കിലും ബ്ലാക്ക്, വൈറ്റ് ആൻഡ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ബേജ്. സോ അവിടെ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആ ഒരു വോയിസ് ആണെങ്കിലും അതിൻ്റെ ഫോൺസ് ആണെങ്കിലും അതിൻ്റെ വിഷ്വലി കാണുന്ന ഐഡൻറ്റിറ്റി ആണെങ്കിലും അതൊക്കെയായിരുന്നു ആ റീബ്രാൻഡിങ്ങിൻ്റെ ആദ്യത്തെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
ആൻഡ് അതിൻ്റെ അടുത്ത സ്റ്റേജാണ് നമ്മളെ വിഷൻ അനൗൺസ്മെൻറ്റ് എന്നുള്ളതായിരുന്നു മെയിൻലി നമ്മളുടെ ആ ഇവൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മുടെ ഒരു പുതിയ ഫേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് വാട്ട് ദ നെക്സ്റ്റ് വിഷൻ, നമ്മൾ എന്താണെന്നുള്ളതും നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതും കൃത്യമായിട്ട് നമ്മളുടെ പാർട്ട്നേഴ്സിലോട്ടും ആൻഡ് ഓൾസോ നമ്മളുടെ ടീം മെമ്പേഴ്സിലോട്ടും അവരുടെ വിഷൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. യെസ്, ഓഫ് കോഴ്സ് നമ്മളെ ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുള്ള ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ കംപ്ലീറ്റ് ക്രൗഡിനെ നമ്മളവിടെ കൊണ്ടുവന്നത്. അറൗണ്ട് എനിക്ക് തോന്നുന്നു 700+ ആൾക്കാർ അന്ന് ഇവൻറ്റിന് അറ്റൻഡ് ചെയ്യണ്ടായി. യെസ്, നമ്മൾ ആക്ച്വലി ഫുൾ ഇവൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഫുള്ളായിരുന്നു, നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ബട്ട് എല്ലാവരും നമ്മളെ അത്രയും ക്ലോസ്ലി അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അത് ഒരു പെയ്ഡ് ഇവൻറ്റോ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ മുന്നിൽ നിന്നിട്ട് നമുക്ക് ഈ വിഷൻ അനൗൺസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു സംഗതിയാണ്. ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ചോദിച്ചാൽ അതായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. കാരണം അത് നമുക്ക് ആ ഒരു ആൻഡ്രലിൻ ആ ഒരു റഷ് ഉണ്ട്. ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു ഇവന്റ് നടത്തി ഹോസ്റ്റ് ചെയ്ത് അതിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആ മൊമെന്റിൽ നിൽക്കുമ്പോൾ, ആ സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അത്രയും മുന്നിലിരിക്കുന്ന ആൾക്കാർ മൊത്തം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുള്ള ആൾക്കാരാണ്. അത് നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ചതും നമ്മളുടെ ഈ ഇവന്റ് അറിഞ്ഞിട്ട് വന്നതും നമ്മളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തതുമായിട്ടുള്ള നമ്മളുടെ വെരി ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റ് അനൗൺസ് ചെയ്യാണ്, നമ്മളൊരു മൈൽ സ്റ്റോൺ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ നമ്മൾ അനൗൺസ് ചെയ്യാണ്. അടുത്തൊരു വിഷൻ, വലിയൊരു വിഷൻ, നമ്മൾ അടുത്തൊരു 10 ഇയേഴ്സിനോട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കറക്റ്റ് പിക്ചർ നമുക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സിന് ഒരു കൃത്യമായിട്ടുള്ള കോൺഫിഡൻസും ക്ലാരിറ്റിയും നമുക്ക് കൊടുക്കാൻ പറ്റി. അടുത്തൊരു എൻഡിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മളുടെ എവറി സബ്സിഡറി കമ്പനീസ്, കാരണം ഇതെല്ലാം സബ്സിഡറി കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ടീം സൈസിൽ ഉള്ള ആളുകൾ അവിടെ സെപ്പറേറ്റ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആ കമ്പനീൻ്റെ മുകളിൽ ഒരു റാക്ക് ഉണ്ട്, റോയൽ അസെറ്റ്സ് ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരു ഗ്യാതറിങ്ങോ കാര്യങ്ങളോ നടന്നിട്ടില്ല. സോ അത്രയും ക്രൗഡിനെ നമുക്ക് അവിടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റി, നമ്മളുടെ ഫുൾ ടീം ക്രൂവിനെ അവിടെ കൊണ്ടുവരാൻ പറ്റി. ഇത്രയും വലിയൊരു വിഷനുമായിട്ട് പോകുന്ന ഒരു കമ്പനിയുടെയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാക്കി. കാരണം ആ വിഷൻ നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു വലിയൊരു വേദിയായിട്ട് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. അതിൽ നമ്മളുടെ ഒരു ബിഗ്ഗർ വിഷൻ അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഒരു ഇവന്റ് നമുക്ക് ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത് ആ ഒരു മൊമെന്റിൽ അത് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണാം. കാരണം നമ്മളൊരു പരിപാടിക്ക് വിളിച്ച് അത്രയും ആളുകൾ വരിക എന്ന് പറയുന്നതും അവർ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും അത് യാതൊരു തരത്തിലുള്ള ഇൻ ടേംസ് ഓഫ് വാല്യൂസ് അവർക്ക് മേ ബി ഒരു മോണിറ്റൈസേഷനോ കാര്യങ്ങളോ ഇല്ല, വേറെ പരിപാടിയിൽ വേറെ എന്റർടൈൻമെന്റ്സും കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. നമ്മളുടെ അനൗൺസ്മെന്റ്സും നമ്മളുടെ ഗാദറിങ്സും കാര്യങ്ങളാണ്. യെസ്, അത് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര അഡ്വാൻറ്റേജ്. അവിടെ തന്നെ നമ്മളുടെ ഒരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വിഷനിലോട്ട് പോകാനുള്ള കോൺഫിഡൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടി. കാരണം ഇത്രയും ആൾക്കാർ നമ്മളെ കൂടെ യെസ്, ആ എനർജി പിന്നെ നമുക്ക് അങ്ങോട്ട് ഇന്ന് ഇത്രയും ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വരെ നമ്മൾ ആ എനർജി നമുക്ക് അങ്ങനെ റൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം വലിയൊരു വിഷനാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. നേരത്തെ പോയിരുന്ന സ്കെയിലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 10x അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 23 വയസ്സേ ഉള്ളൂ, ഈ പറഞ്ഞ പോലെ ചെറുപ്പമാണ്, ചെറിയ പയ്യനാണ്. അപ്പോൾ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ്. നമ്മൾ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും, ഇപ്പോൾ അന്ന് പണ്ട് ട്രാവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ആദ്യം കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു, പിന്നെ നാട്ടുകാർ പറഞ്ഞു, പിന്നെ കൂട്ടുകാർ പറഞ്ഞു അവൻ തോറ്റുപോകും, അവന് അങ്ങനെയാവും ഇങ്ങനെയാവും, അവൻ മുതിർന്ന ആൾക്കാരായിട്ടാണ് ബന്ധം, കമ്പനി അങ്ങനെ. അപ്പോൾ ഇപ്പം തന്നെ അവൻ്റെ പഠിത്തത്തിന് ബാധിക്കൂലേ, പഠിത്തത്തിന് ബാധിക്കൂലേ, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടേണ്ടതാണ്, പഠിച്ച് ജോലി ആവേണ്ടതല്ലേ, ഇവനിങ്ങനെ പോയാൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവര് ഇപ്പോൾ ആ ലൈക്ക് അവരുടെ ആ ഒരു അച്ചീവ്മെന്റ്സും കാര്യങ്ങളും യെസ് അവിടെ ഇതെന്റെ കൂട്ടുകാരനാണ്, ഇതെന്റെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രൗഡായിട്ട് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന സിനാരിയോസ്. സോ അതൊക്കെയാണ് നമ്മളുടെ അച്ചീവ്മെന്റ്സ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അതിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് ഓൾസോ. ആൻഡ് നമുക്ക് അവരുടെയൊക്കെ പ്രാർത്ഥന, അവരുടെയൊക്കെ വെൽ വിഷിങ്സ് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആൻഡ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. സോ അതായിരുന്നു ആ ഇവന്റിന്റെ ഒരു മെയിൻ മോട്ടോ. ആൻഡ് കുറച്ചും കൂടി ക്രിസ്പായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് റോയൽ അസെറ്റ്സ് ആൻഡ് കമ്പനീസ് റാക്ക് പുതിയൊരു വിഷനായിട്ട് മുന്നോട്ട് പോവാണ്. അവിടെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ കഥേനെ ഒന്നും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് എൻഡ് ടു എൻഡ് ആയിട്ട് 1-on-1 ആയിട്ട് അല്ലെങ്കിൽ 1 ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ ഒരുമിച്ച് കൊണ്ടുവരിക. അത് വലിയൊരു എഫക്റ്റീവായിട്ടും വലിയൊരു സ്കെയിലോട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു മൊമെന്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതാണ് റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ടു റാക്ക് എന്താണ്, റാക്ക് അനൗൺസ് ചെയ്തൊരു ഇവന്റിനെ കുറിച്ചൊക്കെ. ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്നു, എന്താണ് റാക്ക്? റാക്കിൽ വരുന്നു. റാക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ സ്ഥലത്ത് റാക്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഷിബിലി റെപ്രസെന്റ് ചെയ്ത് റാക്കിനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റാക്ക് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരും. യെസ്, ഞാൻ ഈ ജേർണി പറഞ്ഞു തുടങ്ങിയത് റാക്കിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. ഇനി റാക്കിനെ നമ്മൾ വേണമെങ്കിൽ ഒരു സിംഗിൾ ലൈൻ പറയുകയാണെങ്കിൽ ട്രാക്ഷൻ ഫോർ ഫൗണ്ടേഴ്സ്, ട്രസ്റ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അതിനൊന്നും കൂടി കണക്റ്റിംഗ് പൂളാണ്. യെസ്, ആ കണക്റ്റിംഗ് പൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക, അവരെ കണക്ട് ചെയ്യുക എന്നുള്ളതിലോട്ട് അപ്പുറത്തോട്ട് അത് എൻഷുർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അവിടെ നമ്മൾ
ഒരു പാർട്ട്ണറാണ്. ഫോർ ഇൻവെസ്റ്റർ ആണെങ്കിലും ഫോർ ഫൗണ്ടർ ആണെങ്കിലും നമ്മൾ അവരുടെ ഒരു കോ ഫൗണ്ടറാണ്, നമ്മളൊരു ഒരു പാർട്ട്ണറാണ്. ഈ രീതിയിലാണ് നമ്മൾ മോഡ് ഓഫ് ഓപ്പറേഷൻസ് പോകുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും അടുത്തൊരു മൈൽ സ്റ്റോൺ നമ്മൾ കാണുന്നത് നെക്സ്റ്റ് 3 ഇയേഴ്സിൽ 300+ സ്റ്റാർട്ടപ്സ്. ഒരു ക്വാർട്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 30+ സ്റ്റാർട്ടപ്സ് ഒരു ക്വാർട്ടറിൽ നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതായത് ഇവർക്ക് ജസ്റ്റ് ഒരു ഫെസിലിറ്റേഷൻസ് ഓഫർ ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം ഓഫർ ചെയ്യുക എന്നതിലോട്ട് അപ്പുറത്തോട്ട് നമ്മൾ അവരുടെ കൂടെ പാർട്ട്ണർ ചെയ്ത് സ്കെയിലബിൾ വെഞ്ചേഴ്സ് ആക്കിയിട്ട് അവരെ മാറ്റുക എന്നുള്ളതും അവരുടെ സക്സസ് എൻഷൂർ ചെയ്യുക എന്നുള്ളതും, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ സക്സസിനെ നമ്മൾ കൂടെ നിന്ന് എഞ്ചിനീയർ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ 3 വർഷത്തെ സ്കെയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 300 കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ അടുത്തൊരു സ്റ്റേജിലോട്ട് റവന്യൂക്ക് അപ്പുറത്തോട്ട് സ്റ്റേജിലോട്ട് വളർത്തിയെടുത്ത് അവരടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ അതിനുള്ള എൻറ്റയർ സിസ്റ്റം, എൻറ്റയർ ഫെസിലിറ്റീസ് അണ്ടർ വൺ റൂഫ് കൊണ്ടുവരിക എന്നുള്ളതിൽ നമ്മളിപ്പോൾ റാക്ക് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ടവർ അനൗൺസ് ചെയ്തു. അതിൻ്റെ ഡെവലപ്മെൻറ്റ് അറൗണ്ട് 70% ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കാലിക്കറ്റ്, അതെ കാലിക്കറ്റ് പോകുന്ന സമയത്ത് ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തൊണ്ടയാട് ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ടവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഓൾമോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇപ്പം ഒരു 20-25% കൂടെ നമുക്ക് ബാലൻസ് ഉള്ളൂ. 10 floor ആണ്. യെസ്, 10 floor ടവർ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻറ്റയർലി ഫോർ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ്. അവിടെ അപ്പം ഞാൻ തിരിച്ചൊന്നോട് വരട്ടെ. അതായത് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. മനസ്സിലായി. ഞാൻ റാക്കിനെ അപ്രോച്ച് ചെയ്യാണ്. എനിക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ് റാക്കിൽ നിന്ന് കിട്ടുന്നത്? മോർ ദാൻ ഫണ്ടിങ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴും അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴും സർവീസസ് എന്ന് പറയുമ്പോഴും അവിടെ ശരിക്കും റാക്ക് ആക്ട് ചെയ്യുന്നത് ഒരു ഇൻക്യുബേറ്റർ പ്ലസ് ആക്സലറേറ്റർ പ്ലസ് VC പ്ലസ് അതിൻ്റെ പുറത്തോട്ട് ഒരു എക്കോസിസ്റ്റം. ഇതാണ് റാക്കിൻ്റെ എക്സാക്ട് വിഷൻ എന്ന് പറയുന്നത്. അവിടെ റാക്കിലോട്ട് വരുന്ന ഒരു സ്റ്റാർട്ടപ്പ്, ഞാൻ അതിൻ്റെ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ റാക്കിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു 10 floor ടവർ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ 10 floor ടവറിൽ വരാൻ പോകുന്നത്? നമ്മളൊരിക്കലും നമ്മളുടെ ഇത്രയും കമ്പനീസിനെ അവിടെ കൊണ്ടുവരല്ല ചെയ്യുന്നത്. നമ്മളുടെ ഈ കമ്പനീസ് എല്ലാം ഓൾറെഡി ലീഡിംഗ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് B2B സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രം സർവീസ് കൊടുക്കുക എന്ന് പറയുന്നതും പോസിബിൾ അല്ല. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു സ്പെഷ്യൽ ബ്രാഞ്ചസ്, അതായത് ഈ സർവീസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ബ്രാഞ്ചസ് എല്ലാം നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി സർവീസ് കൊടുക്കാൻ വേണ്ടി ഈ ടവറിൽ കൊണ്ടുവരുന്നു. സോ നമ്മളുടെ ഈ കമ്പനീസിന്റെ എല്ലാം സ്റ്റാർട്ടപ്സുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സർവീസ് കൊടുക്കാനുള്ള ബ്രാഞ്ചസ് നമ്മൾ ഈ ടവറിൽ കൊണ്ടുവരുന്നു. പ്ലസ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഓഫീസസ് ആൻഡ് അവർക്ക് വേണ്ട മീറ്റിംഗ് റൂംസ്, കോൺഫറൻസും ഈ കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് വേണ്ട ഗ്രോത്ത് മാനേജേഴ്സിനെ അസൈൻ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ അസൈൻ ചെയ്യുന്നു. R&D ടീമിനെ അസൈൻ ചെയ്യുന്നു. ആൻഡ് ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു പാർട്ട്നേർഡ് വെഞ്ചറിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് ആ ഒരു ടവറിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അതായത് എനിക്ക് കുറച്ച് ഫണ്ട് തന്ന് എന്നെ അന്നെനിക്ക് കുറച്ച് ഫണ്ട് തരുന്നു, നീ അത് ബിസിനസ് ചെയ്യുക എന്നതിലോട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് എനിക്കതിന്റെ ബേസിക് മുതൽ ലീഗൽ സൈഡ് മുതലുള്ള എല്ലാ ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് ആ ടവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നമുക്ക് ആ ടവറിനകത്തൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ഹെൽപ്പ് ഡെസ്ക് ആൻഡ് കഫേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കഫേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫോർ ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ആരോടെ വരത്തില്ല. അവിടെ അങ്ങനെ ഒരു ഫുഡോ കാര്യങ്ങളോ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറല്ല അങ്ങനത്തെ ഒരു കഫേ. നെക്സ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് വരുന്നത് നമ്മുടെ കോവർക്കിംഗ് യൂണിറ്റ്സ് ആണ്. അതിൽ അറൗണ്ട് ഒരു 400+ സീറ്റ്സ് വരും ഇവർക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള. അവർക്ക് വേണ്ടിയിട്ടുള്ള കോൺഫറൻസ് ആളുകളും മീറ്റിംഗ് റൂംസുകളും അഡീഷണലി ഉണ്ടാവും. അതുപോലെ ഇവർക്ക് വേണ്ടി അസൈൻ ചെയ്യുന്ന ഗ്രോത്ത് മാനേജേഴ്സ്, HR മാനേജേഴ്സ് ആൻഡ് ഫ്ലോർ മാനേജേഴ്സ് ഫ്ലോർ ബൈ ഫ്ലോർ ആയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് വേണ്ട ബേസിക് അമ്യൂണിറ്റീസ്, വാഷ്റൂംസ് അമ്യൂണിറ്റീസ് ആൻഡ് ലോഞ്ചസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. 3rd ഫ്ലോറിൽ ഒരു അഡീഷണൽ കാര്യം കൂടി ആഡ് ആവുന്നുണ്ട്. അവിടെ 2-3 ഡിപ്പാർട്ട്മെന്റ്സും കൂടി അവിടെ ആഡ് ആവുന്നുണ്ട്. അതായത് നമ്മളുടെ പെർപെക്സ് എന്ന് പറയുന്ന ഒരു വെഞ്ചർ ഉണ്ട്, ഓൾറെഡി കമ്പനീസിന് B2B ചെയ്യുന്നതാണ്. അതിൽ മെയിൻലി ഇവർക്ക് വേണ്ട ഓപ്പറേഷൻസിന് വേണ്ട SOPs, KPIs കാര്യങ്ങൾ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ HR സൊല്യൂഷൻസ്, ഇവർക്ക് വേണ്ട മാൻ പവർ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്ത് സ്റ്റാഫിനെ ഓൺബോർഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് അതുപോലെ തന്നെ സെയിൽസ് ട്രെയിനിങ്, അവർക്ക് വേണ്ട സെയിൽസ് പിച്ച്, സെയിൽസ് ഫണൽ ആൻഡ് സെയിൽസ് ട്രെയിനിങ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതും പെർപെക്സിൻ്റെ അണ്ടറിൽ 3 ഡിപ്പാർട്ട്മെന്റ്സ് ടേക്കപ്പ് ചെയ്യും. പിന്നെ വരുന്ന 2 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ലീഗലും അക്കൗണ്ടിങ്ങും. ലീഗലിൽ നമ്മൾ ഇവരുടെ കമ്പനി രജിസ്ട്രേഷൻ തൊട്ട് ISO ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ, അതിൻ്റെ ഉദ്യം രജിസ്ട്രേഷൻ, MSME രജിസ്ട്രേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ടേക്കപ്പ് ചെയ്ത് കൊടുക്കും. ഈവൻ അവർക്ക് വേണ്ട എന്ത് പേപ്പർ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ കോഫൗണ്ടർ അഗ്രിമെന്റ്സ് ആണെങ്കിലും പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്സ് ആണെങ്കിലും ഈവൻ ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ്സ് ആണെങ്കിലും NDAs ആണെങ്കിലും ഇതൊക്കെ നമുക്ക് അവിടെ ഡോക്യുമെന്റേഷൻ സൈഡ് മൊത്തം ടേക്കപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ലീഗൽ സൈഡ് എൻറ്റിറ്റി അവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഫേസ് ഈസ് അക്കൗണ്ടിങ്. അവരുടെ ഫസ്റ്റ് 1 ഇയറിലോട്ടുള്ള അക്കൗണ്ടിങ് സപ്പോർട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി അതിൻ്റെ പേറോൾസ് ആണെങ്കിലും അതിൻ്റെ ഫൈനാൻഷ്യൽ അലോക്കേഷൻസ് ആണെങ്കിലും അതിൻ്റെ റവന്യൂ, എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, വാട്ട് എവർ തിങ്സ് അത് കറക്റ്റായിട്ട് 1 ഇയറിലോട്ട് അവിടെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്നതും നമ്മളുടെ ഇൻഹൗസ് ഫെസിലിറ്റി അവിടെ ഓഫർ ചെയ്യുന്നു. നെക്സ്റ്റ് 4th ഫ്ലോറിൽ വരുന്ന സമയത്ത് ഒരു കൺവെൻഷൻ ഹാളാണ്. അറൗണ്ട് ഒരു 120+ സീറ്റിംഗ്സ് ഉള്ള കൺവെൻഷൻ ഹാളാണ്. ഇവിടെ നമ്മൾ ഫ്രീക്വൻ്റ്ലി ട്രെയിനിങ് ഇവൻറ്റ്സുകളും കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡ് ഇവൻറ്റ്സുകളൊക്കെ ഉള്ള അവന്യൂ ആയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഓഫർ ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ഓൾസോ നമ്മൾ അവിടെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. എന്താണെങ്കിലും നമുക്ക് ട്രെയിനിങ്സ് കൊടുക്കണം. യെസ്. അപ്പോൾ അവിടെ അത്രയും ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാകുമ്പോൾ അത് ഇവർക്കും കൂടി ബെനിഫിറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ പുറത്തുനിന്ന് ആളുകൾ അവിടെ വന്ന് ഇവന്റ് ഹോസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഇവന്റ്സ് അതിൽ ഹോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അവിടെ പുറത്തുനിന്നൊക്കെ ട്രെയിനേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ലീപ്പിംഗ് ബോട്ട്സും കാര്യങ്ങളൊക്കെ പ്രയർ ഏരിയാസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ഓൾറെഡി നമ്മളൊരു നെറ്റ്വർക്കിംഗ് ലോഞ്ച് ഏരിയ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് 4th ഫ്ലോർ. 5th ഫ്ലോറിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റുഡിയോ ഫ്ലോറിലാണ്. ഇതുപോലത്തെ ഒരു സ്റ്റുഡിയോ ഫ്ലോർ, പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, ഇൻ്റർവ്യൂ സ്റ്റുഡിയോ ആൻഡ് കംപ്ലീറ്റ്ലി ഫ്രെയിംസും കാര്യങ്ങളുള്ള ഒരു ഫെസിലിറ്റി. അതായത് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്, കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ആ ഒരു ഫ്ലോറിൽ. അവിടെ നമ്മളുടെ മാർക്കറ്റിംഗ് ഏജൻസിയാണ് അത് ഹെഡ് ചെയ്യുക. അപ്പോൾ അവിടെ അവർക്ക് വേണ്ട ഇനീഷ്യൽ ഇപ്പോൾ ലോഗോ നെയിമിൽ നിന്ന് തുടങ്ങി അവരുടെ ബ്രാൻഡ് കിറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അവരുടെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി വരെയുള്ള എല്ലാ പ്രോസസ്സുകളും, ഇപ്പോൾ അവരുടെ SMM ആയാലും അവരുടെ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും പേഴ്സണൽ ബ്രാൻഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതിനുവേണ്ട എല്ലാ പ്രൊഡക്ഷൻ ക്രൂ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്, എല്ലാ ഗാഡ്ജറ്റ്സും അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനൊരു ഔട്ടർ ഏരിയയും കൂടിയുണ്ട്, റൂഫ് ടോപ്പ് ഏരിയയും കൂടിയുണ്ട്. ആ ഒരു എക്സ്റ്റൻഷൻ പാർട്ട് അതിലും വരുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ 6th വരുമ്പോൾ ഡെവലപ്മെന്റ് ഫ്ലോർ ആണ്. അവിടെ നമുക്ക് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട് ആൻഡ് ഓൾസോ AI ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകാം. അത് നമ്മുടെ 3 കമ്പനീസാണ് ടേക്കപ്പ് ചെയ്യുന്നത്. അവിടെ കോൺഫറൻസ് കാര്യങ്ങളൊക്കെ ആ ഫ്ലോറിലും വരുന്നുണ്ട്. പിന്നെ 7th വരുമ്പോൾ നമുക്ക് വെൽനെസ് ഏരിയ ആണ്. അവിടെ നമുക്ക് ചെറിയൊരു ജിം ഫെസിലിറ്റി ഉണ്ട്. ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ട് അവിടെ വർക്ക്ഔട്ട് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഒരു യോഗ പീസ് റൂം ഉണ്ട്, ഒരു മൈൻഡ് പീസ് റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഹീലിംഗ് പ്രോഗ്രാംസുകൾ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് സെഷൻസുകൾ, കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ 2 സ്ക്രീൻ പോർട്സ് ഉണ്ട്. അത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സംഗതിയാണ്. ലൈക്ക് ഒരു ഫോൺ ബൂത്ത് പോലത്തെ ഒരു സംഗതിയാണ്. അതിൻ്റെ അകത്ത് പോയിട്ട് അലറി വിളിക്കാം, എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. സോ ദിസ് ഇസ് ലൈക്ക് ആ ഒരു ഫ്ലോർ കംപ്ലീറ്റ്ലി ഒരു ചിൽ സോൺ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി കോൺസെപ്റ്റുകളാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു ഒരു കോർപ്പറേറ്റ് ടവറിൻ്റെ അകത്തൊരു ജിമ്മ് നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ലൈഫിൽ ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളോട് എൻറ്റയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഫൗണ്ടേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെ ടീമിൻ്റെ ആണെങ്കിലും. പിന്നെ കുറച്ച് ഗെയിമിംഗ് ആൻഡ് ആക്ടിവിറ്റീസ്, ബില്ലിയാർഡ്സ്, ബോർഡ് ഗെയിംസ്, പ്ലേ സ്റ്റേഷൻസ്, VRs, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ ആ ഫ്ലോർ കംപ്ലീറ്റ്ലി ഒരു ചിൽ സോൺ ആണ്. നെക്സ്റ്റ് പിന്നെ 8th ഫ്ലോർ വരുന്നത് നമ്മുടെ 8 ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് നമ്മൾ അതിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. റാക്കിൻ്റെ ഒരു നെർവസ് സിസ്റ്റം, മിനിമം ഓഫ് 15 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഓരോ ഡൊമൈനിലും. ഇപ്പോൾ മാർക്കറ്റിംഗിലൊരു എക്സ്പീരിയൻസ് ഗായ്, സെയിൽസിലൊരു എക്സ്പീരിയൻസ് ഗായ്, ഫൈനാൻസിലൊരു എക്സ്പീരിയൻസ് ഗായ്, അങ്ങനെ 8 ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. 15 years എക്സ്പീരിയൻസ് ലിറ്ററലി പറയുമ്പോൾ എന്നേക്കാൾ ഒരു 3 ഇരട്ടി അപ്പുറത്തോട്ട് എക്സ്പീരിയൻസ് ഉള്ള ആ ഡൊമൈനിൽ എക്സൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അതിലോട്ട് ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു മെൻറ്റർഷിപ്പ് പോലും ഇതിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ചെയർമാൻ ക്യാബിൻസും ഇൻവെസ്റ്റർ ലോഞ്ചസും ഒരു ലാർജർ കോൺഫറൻസ് ഹാളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റൂഫ് ടോപ്പിൽ നമുക്കൊരു ഫുഡ് കോർട്ടും. സോ ഇതാണ് ഗ്രൗണ്ട് പ്ലസ് ഇത്രയും 8 ഫ്ലോറും മേലേക്ക് ഒരു ഫുഡ് കോർട്ടും ആയിട്ട് മൊത്തം എക്കോസിസ്റ്റം അവിടെ വരുന്നത്. ഇപ്പൊ ഏകദേശം എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പിക്ചർ കിട്ടിയല്ല. ഇനി ഇതിന്റെ പ്രോസസ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് അവിടെ എന്താണ് നടക്കുന്ന ഒരു പിക്ചർ കിട്ടിയാലാണ് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രോസസ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ സിറ്റുവേഷൻ്റെ ഒരു ഐഡിയ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഐഡിയ MVP പ്രോഡക്റ്റിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, ഒരു ഏർലി സ്റ്റേജ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം ആൾ നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമ്മളൊരു പോർട്ടൽ ത്രൂ അവർ അപ്ലൈ ചെയ്യുന്നു. അവർക്കൊരു സെറ്റ് ഓഫ് Q&As, പിച്ച് ഡെക്സ്, അങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കാര്യങ്ങൾ അവർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്കത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാനുവൽ സ്ക്രൂട്ടനിങ് ഉണ്ടാവും. സ്ക്രൂട്ടനിങ് ചെയ്ത ശേഷം അവരെന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് റിപ്ലൈ ഉണ്ടാവും. അപ്പോൾ ഓരോ ക്വാർട്ടറിലും നമ്മൾ ഓരോ ബാച്ചസ് ആയിട്ടാണ് ഓൺ ബോർഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടറിലോട്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനും വേണ്ടി പറ്റും. എന്താണോ പോയിന്റ്സ് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അത് കഴിഞ്ഞൊരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂ. ഇങ്ങനെ നമ്മൾ 3 സെറ്റ് സ്ക്രൂട്ടനിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ ഓൺ ബോർഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യലും മാർക്കറ്റ് സ്കെയിലബിലിറ്റി എന്നുള്ളൊരു പ്രശ്നം. ലൈക്ക് സ്കെയിലബിൾ ആയിട്ടുള്ള മോഡൽസ്, അതിലിപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ഉണ്ടാവാം, സർവീസ് ബേസ്ഡ് ഉണ്ടാവാം, ടെക് എനാബിൾഡ് ഉണ്ടാവാം, FNB ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ AI ആയാലും എഗ്രിടെക് ആണെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള SaaS പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം, EdTechs ഉണ്ടാവാം. എല്ലാ ഇൻഡസ്ട്രീസും നമുക്ക് ഇന്ന ഇൻഡസ്ട്രി സ്പെസിഫിക് എന്നുള്ളൊരു സ്വഭാവമില്ല. എല്ലാ ഇൻഡസ്ട്രീസും നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. സ്കെയിലബിൾ മോഡൽസ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ ഫൗണ്ടറിൻ്റെ ഒരു കോൺഫിഡൻസും ഫൗണ്ടറിന് ഇതിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഇനിയിപ്പോൾ യങ്ങർ യൂത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലിറ്ററലി എന്നെപ്പോലുള്ള ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അവരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ഉണ്ടാവും. യെസ്, അത് അവർക്ക് ആ ഒരു ഐഡിയ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം എക്സ്പീരിയൻസ് നമുക്കുണ്ട്, എക്സ്പെർട്ടൈസ് നമുക്കുണ്ട്. അപ്പോൾ അവരെ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് നമ്മൾ എക്സാക്ട് ടേക്കപ്പ് ചെയ്യുന്ന ഒരു ഏരിയ. പിന്നെ അവരുടെ ടീം ഉണ്ടെങ്കിൽ ടീമിൻ്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെയാണ് ശരിക്കും ഐഡിയൻ്റെ ഒക്കെ ഒരു സംഗതി വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഹെയറാർക്കി എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ റെക്ടിഫൈ ചെയ്തെടുത്തിട്ടാണ് ഓൺ ബോർഡ് ചെയ്യുന്നത്. ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 3 weeks ഇവർക്ക് ഡീപ്പ് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൻ്റെ അകത്ത് കറക്റ്റായിട്ട് റാക്കിൻ്റെ വിഷൻ എന്താണ്, റാക്കിൻ്റെ മിഷൻ എന്താണ്, നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്, അവിടുത്തെ റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, ആൻഡ് ഒരു ബിഗർ വിഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ ബിസിനസ് സ്കൂൾ കാലിക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു 15 കോടി 20 കോടിയുടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു പിക്ചർ അവർക്കുള്ളൂ, അതിനുള്ള എക്സ്പോഷർ അവർക്കുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള കാഴ്ചകൾ അവർക്ക് കുറവാണ്.
അത്തരത്തിലൊരു വിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരു യെസ്, ഒരു IPO അല്ലെങ്കിൽ ഒരു മെർജർ അക്വിസിഷൻ ആ ഒരു ലെവലിലോട്ടൊക്കെ വളർത്താൻ. ഇപ്പം നമുക്ക് ഒരുപാട് മോഡൽസ് നമ്മുടെ മുന്നിലുണ്ട്. ഈവൻ സൈലോ ആണെങ്കിലും മലബാർ ആണെങ്കിലും ഒക്കെ IPOയിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴാണ് ശരിക്കും IPO എന്ന് പറയുന്നത് കോൺസെപ്റ്റ് തന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അവിടെ നമ്മളുടെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനായാലും ഈ വരുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ഈവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് കറക്റ്റായിട്ടൊരു ഐഡിയ ടു IPO എന്നുള്ള ഒരു വിഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ഐഡിയ ടു IPO അതായത് അവരുടെ കറണ്ട് സ്റ്റേജ് എന്താണോ ആ സ്റ്റേജിൽ നിന്ന് ഒരു IPO വരെ പോകാൻ പറ്റുന്ന സ്കെയിലിലോട്ട് എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അപ്പോൾ അത് ഏതൊക്കെ സമയത്താണ് ഇതിൻ്റെ ഫണ്ടിങ് റൗണ്ട്സ് വരിക, ഏതൊക്കെ സമയത്ത് ആരടുത്തേക്ക് പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ സിസ്റ്റംസ് എന്താ, ബേസിക് ബിസിനസ് സിസ്റ്റംസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീപ്പ് നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ആ ട്രെയിനിങ് പീരീഡിൽ സംഭവിക്കുക. ഓൾസോ നമ്മളുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്, ഒരു BBRP എന്ന് പറയുന്ന ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മുടെ ബിസിനസ്സുകളിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബേൺ, ബ്രേക്ക് ഈവൻ, റവന്യൂ, പ്രോഫിറ്റ്. ബ്രേക്ക് ഈവൻ, റവന്യൂ, പ്രോഫിറ്റ്. ബേസിക്കലി അതിനൊന്ന് റെക്ടിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ഒരു 3 months ഒക്കെ മേ ബി നമ്മൾ ബേണിംഗ് പീരീഡ് ആയിട്ട് കാണും. നെക്സ്റ്റ് 3 months നമ്മൾ ബ്രേക്ക് ഈവൻ മീൻസ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ, മന്ത്ലി ഉള്ള എക്സ്പെൻസുകൾ കോസ്റ്റിനെ മെയിൻ ചെയ്യുക. അവിടെ റവന്യൂ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്, ബട്ട് നമ്മൾ കോസ്റ്റ് ബ്രേക്ക് ഈവൻ ആക്കുക എന്നുള്ളതാണ് ആദ്യം പ്രയോറിറ്റി. അടുത്ത മാസമാണ് നമ്മൾ എക്സാക്ട്ലി റവന്യൂ മോർ ദാൻ കോസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു 3 മാസം നമ്മൾ റവന്യൂ പീരീഡിൽ എത്തുന്നു. നെക്സ്റ്റ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് 3 monthsൽ നമുക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏതൊരു ബിസിനസ് ഐഡിയനും ഈ അലൈൻഡ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. കാരണം R&D കാര്യങ്ങൾ സംഗതികളൊക്കെ ഉണ്ടാവും. ഈവൻ ദോ നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റിലോട്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റണം, അതിനൊരു ടൈംലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു BBRP മെത്തേഡ് ടൈംലൈനിലോട്ട് ഇവരുടെ ബിസിനസ് പ്രൊജക്റ്റിനെ നമ്മൾ അലൈൻഡ് ആക്കുമ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ പോകേണ്ടത്, എക്സിക്യൂഷൻ പോകേണ്ടത്, അതിൽ നിന്ന് ഔട്ട്കം എന്താണ് വരേണ്ടത്, ഈ പിക്ചറും കൂടി അവർക്ക് കിട്ടുകയാണ്. ഇതേ സമയം നമ്മളുടെ ബാക്ക് ഓഫീസ്, നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മളുടെ ലീഗൽ ടേം ഓൾറെഡി ഇവരുടെ കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ മൂവ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ബാങ്ക്സുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് 0 cost and 0 balance അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്, സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് റെഡി ആയിട്ടുണ്ടാവും. ഇവർക്ക് വേണ്ട സ്റ്റാർട്ടപ്പ് റെക്കഗ്നീഷൻസ് നമ്മൾ എടുത്ത് പ്രോസസ്സ് ലീഗലി കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഇവർക്ക് വേണ്ടി നമ്മളൊരു ഗ്രോത്ത് മാനേജറിനെ അസൈൻ ചെയ്യുന്നുണ്ട്. ഒരു ഗ്രോത്ത് മാനേജറിന് ഇത്ര സ്റ്റാർട്ടപ്പുകൾ എന്ന രീതിയിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന ഗ്രോത്ത് മാനേജേഴ്സ് ഇവരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുമായിട്ടൊന്ന് സിങ്ക് ആവുകയും ചെയ്യും. ആ ഗ്രോത്ത് മാനേജർ ഇവരുടെ ഈ ഒരു ബിസിനസ് പ്രൊജക്റ്റിനെ നമ്മൾ ഈ പറഞ്ഞ BBRP ടെംപ്ലേറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ആക്ഷൻ പ്ലാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഇവർ എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് എന്ത് ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, എന്ത് ഔട്ട്പുട്ടാണ് എടുക്കുക, അതിൽ നിന്ന് എന്ത് ഔട്ട്കം റിസൾട്ടാണ് ഉണ്ടാവേണ്ടത്, അത് എത്ര ടൈം ലൈനിൽ ഇവർ അച്ചീവ് ചെയ്യണം എന്നൊരു പ്രോസസ്സിലോട്ട് ഇവരെ മാറ്റും. എന്നിട്ട് ഇതിന് വേണ്ട ഫണ്ട് ഡയലൂഷൻസ് ആണ് ഇവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. സോ അവിടെയാണ് ഫണ്ടിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അപ് ടു 20 lakhs വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് നമ്മൾ ഫണ്ട് ചെയ്യുക. ആ ഒരു ടിക്കറ്റ് സൈസിലുള്ള സ്റ്റാർട്ടപ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺ ബോർഡ് ചെയ്യുന്നത്. ആൻഡ് 5 to 20% ഒക്കെ ആയിരിക്കും നമ്മളിതിലൊരു ഓണർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത്. ലിറ്ററലി നമ്മളൊരു കോഫൗണ്ടർ ആയിട്ടാണ് അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്, ഒരു പാർട്ണർ ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഹോൾഡ് ചെയ്യുന്ന ഇക്വിറ്റി അവരെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണ്. ഒരു കോഫൗണ്ടർ ആയിട്ടല്ല വരുന്നത്, അതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഒരു 10% ഇക്വിറ്റിക്ക് 10 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് അവിടെ ഓൺ ബോർഡ് ആയിരിക്കുക. ഒരു 8 ഒക്കെ ആയിരിക്കാം, വാട്ടവർ ഒരു ഇൻഡസ്ട്രി ഏതായാലും കുഴപ്പമില്ല, ഒരു സ്റ്റാർട്ടപ്പ് അവിടെ വന്നു വിചാരിക്കുക. ഒരു സ്കെയിലബിൾ മോഡലാണ്. ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ തുടങ്ങുമ്പോൾ തന്നെ 150+ സ്റ്റാഫും മീൻസ് ഇൻഹൗസ് ഡിപ്പാർട്ട്മെന്റ് വൈസ് സ്റ്റാഫുകളും 8 ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഇത്ര എക്സ്പെർട്ടീസും, അതെ മിഡ് ലെവൽ എംപ്ലോയീസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ടീം കാറ്റഗറീസ് വരുന്ന ആളുകൾ, ഹൈ പേയിങ് ഉള്ള ആളുകൾ, അത്ര എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, പിന്നെ അസൈൻഡ് ഗ്രോത്ത് മാനേജേഴ്സ്, R&D ടീം, ടെക്നിക്കൽ ടീം, ഓപ്പറേഷൻസ് ടീം, ഈ ടീം മൊത്തം നിന്നുകൊണ്ട് HR അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവരെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഫ്ലോറിൽ സ്വന്തം ഓഫീസ് സ്പേസിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാം. അപ്പോൾ അവിടെ വലിയൊരു അപ്ഫ്രണ്ട് സിനാരിയോനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ടാക്കിൾ ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ബിസിനസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2-3 വർഷം എടുത്ത് പണിയെടുത്ത് ഉണ്ടാക്കിയ ബേണിംഗ് പീരീഡിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സംഗതികളും കൂടി ഒരുമിച്ച് ഇവർക്ക് എന്ത് ചെയ്യാണ്, ആദ്യത്തെ ഒരു 3-6 മാസം കൊണ്ട് ഇവർക്ക് പ്രോസസ്സ് നടക്കുകയാണ്. സോ അതാണ് അവിടെ നമ്മളൊരു വലിയൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് നമ്മളവിടെ സേവ് ചെയ്യാൻ പോകുന്നതും ഫാസ്റ്റർ ആൻഡ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ അതിൻ്റെ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ മോണിറ്റർ ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സ് കറക്റ്റ് റെക്ടിഫൈ ചെയ്ത് പോവുകയും ചെയ്താലാണ് നമുക്ക് ഈ സക്സസ് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡയലൂഷൻസ് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ 10%-ന് 10 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതിന് 4-6 ഫേസുകളായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഒറ്റയടിക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇനി ബിസിനസ് ചെയ്യുന്നു പറഞ്ഞേക്കല്ല. അതിനപ്പുറത്തോട്ട് നമ്മളിപ്പോൾ 4 ഫേസായിട്ട് കൊടുക്കുകയാണെങ്കിൽ 2.5 lakh ആദ്യം കൊടുക്കുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് നേരെ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ കമ്പനി അക്കൗണ്ടിൽ നമ്മൾ കൂടി പാർട്ണർ ചെയ്തിട്ട് കമ്പനി അക്കൗണ്ടിൽ 2.5 lakh അവർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് എങ്ങോട്ടൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് എന്തൊക്കെ ഇൻപുട്സ് എടുക്കണം, ഔട്ട്പുട്സ് എടുക്കണം, എന്തൊക്കെ ഔട്ട്കംസ് വരണം എന്നുള്ള കറക്റ്റ് പിക്ചർ അവർക്കുണ്ട്. അതിന് അവരെ ഗ്രോത്ത് മാനേജർ അവരെ ഹെൽപ്പ് ചെയ്യും, ഗൈഡ് ചെയ്യും. അപ്പോൾ ഇവർ എക്സിക്യൂഷൻ പാർട്ടിലോട്ട് ഇവർ മൂവ് ചെയ്യണം, ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യണം. ആൻഡ് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അവർക്കത് സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഗ്രോത്ത് മാനേജേഴ്സ് ഇടപെടും. കാരണം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഓൺടർപ്രണർ എന്നുള്ള ക്വാളിറ്റീനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ പ്രോസസ്സുകളിൽ എപ്പോഴെങ്കിലും ടൈം ലൈൻ വെച്ച് നോക്കുന്ന സമയത്ത് സ്ലോ ആവുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും,
ഫൗണ്ടർ ചെക്ക് ഇൻ ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഗ്രോത്ത് മാനേജേഴ്സ് ഇങ്ങനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് അവരായിട്ട് ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, സീരിയസ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് മാനേജേഴ്സിന് തന്നെ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്നത് ആണെങ്കിൽ അവർ തന്നെ ക്ലിയർ ചെയ്ത് പോകും. അല്ലെങ്കിൽ അവർ തന്നെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ടാസ്കുകൾ കൊടുക്കും, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻസ് എടുപ്പിക്കും. ഇനി ഇതിന്റെ അപ്പുറത്തോട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് നമ്മൾ പറഞ്ഞു, 8ാമത്തെ ഫ്ലോറിലുള്ള 8 ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പ്രോബ്ലം എന്നുള്ള അസസ് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് എസ്കലേറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇത് നേരെ എക്സിക്യൂഷനിലോട്ട് പോകുന്നു. ഇതാണ് അവിടെ നടക്കുന്ന എക്സാക്ട് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ കോർ ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ കറന്റ് സ്റ്റേജ് എന്താണോ ആ സ്റ്റേജിൽ നിന്ന് കസ്റ്റമേഴ്സിലോട്ട് ഇവർ എത്തിക്കുക എന്നുള്ളതാണ്, സെയിൽസ് നടക്കുക എന്നുള്ളതാണ്, റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റവന്യൂ ജനറേറ്റ് ചെയ്ത് അക്കൗണ്ടബിൾ ആക്കുന്നത് വരെയാണ് നമ്മളുടെ എൻ്റയർ പ്രോസസ്സ് വരെ ഓപ്പൺ ട്രാക്കിങ്ങിൽ ക്ലോസ്ലി ട്രാക്കിങ്ങിൽ നമ്മൾ കൊണ്ടുപോകുക. എന്നിട്ട് റവന്യൂ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു, അടുത്ത റൗണ്ട് വാല്യൂഷനിലോട്ട് മൂവ് ചെയ്യുന്നു. നമ്മുടെ CA പേഴ്സൺ അവർ നമ്മുടെ ലീഗൽ ടീമിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട വാല്യൂഷൻ കാര്യങ്ങൾ, അവരുടെ നെക്സ്റ്റ് ഒരു 5 ഇയർ പ്രൊജക്ഷൻസ് കാര്യങ്ങൾ, അതിനുള്ള DPR, അതിനുള്ള ഫൈനാൻഷ്യൽ FS, ബാലൻസ് ഷീറ്റ് പരിപാടിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവർക്കുള്ള വാല്യൂഷൻ കാര്യങ്ങൾ എടുത്തിട്ട് അവരടുത്ത സ്റ്റേജ് എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഓൾറെഡി അവരൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്ത് കമ്പനിയായി മാറി. ഇതുവരെയാണ് നമ്മുടെ കോർ ഏരിയ. അതിനാണ് ഈ എൻ്റയർ സിസ്റ്റം റൺ ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ട് ഫണ്ടിങ് എടുത്തുകൊണ്ട് അടുത്ത 5 ഇയർ പ്രൊജക്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ എക്സ്പാൻഷന് വേണ്ടി മൂവ് ചെയ്യാണ്. അപ്പോൾ അവർ മേ ബി പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കാം, ഇവരുടെ സ്വന്തം ഇൻഫ്രാസ്ട്രക്ചറിലോട്ട്, സ്വന്തം ഓൺ സ്പേസിലോട്ട് മാറാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കാം. അതിലൊരു കാര്യം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് മാക്സിമം 6 സീറ്റ് അവിടെ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ടീം ഇൻക്രീസ് ആവുമെന്ന് പറയുമ്പോൾ കമ്പനി വളരെയാണ്. അപ്പോൾ അവർ ഓൺ സ്പേസിലോട്ട് മാറും. ഓൺ സ്പേസിലോട്ട് നമുക്കിപ്പോ സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മൾ സ്പേസ് കൊടുക്കുന്നുണ്ട് അവര്, പക്ഷെ നമുക്ക് എത്ര ടീം വേണമെങ്കിലും നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അതിനടുത്ത് നമ്മൾ കണ്ടൊരു ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒരു കമ്പനി തന്നെ 200-300 സീറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നല്ല നല്ല പ്രോജക്റ്റുകൾ, നല്ല നല്ല ഐഡിയാസ് ഓൺ ബോർഡ് ആവുന്നില്ല. സോ നമ്മൾ അതിൽ ക്ലോസ് വെക്കുന്നതെന്ന് വെച്ചാൽ ടീം സൈസ് അല്ലെങ്കിൽ റവന്യൂവിൽ പെർട്ടിക്കുലർ മെട്രിക്സ് ഇവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അടുത്ത നെക്സ്റ്റ് സ്വന്തം പ്രമൈസസിലോട്ട് എന്ത് ചെയ്യണം, മാറണം. പക്ഷേ ഈ സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം അവർക്ക് അവൈലബിൾ ആയിരിക്കും, പക്ഷെ അവർ ഇൻഡിപെൻഡന്റ് സ്പേസിലോട്ട് മാറണം. അതാണ് നമ്മൾ എക്സാക്ട്ലി അവരുടെ ഗ്രോത്ത് നമ്മൾ എൻഷുർ ചെയ്യണം എന്ന് പറയുന്നത്. അവരെന്നും റാക്കിന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങനെ വളരേണ്ട ആൾക്കാരല്ല. അവർ റാക്കിനേക്കാൾ മുകളിലോട്ട് അല്ലെങ്കിൽ റാക്കിനേക്കാൾ വലിയ കമ്പനികളായിട്ട് വളരേണ്ട കമ്പനീസാണ് നമ്മൾ അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നത്. സോ ആ വലിയൊരു വിഷനിൽ അവർ എന്ത് ചെയ്യണം, അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും മെന്റർഷിപ്പും കൺസൾട്ടിങ്ങും നമ്മളവിടെ എൻ്റയർ സർവീസുകൾ അവർക്കവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അത് അവർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്കായിരിക്കും അവർ ഫ്യൂച്ചറിൽ പോകുന്ന സമയത്ത് വരുമ്പോൾ. നമ്മളൊരിക്കലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, നിർബന്ധമായിട്ട് നമ്മൾ എടുക്കുന്ന സർവീസ് എടുക്കണം എന്ന രീതിയിലുള്ള ഫിക്സഡ് സംഗതികൾ വെക്കുന്നുമില്ല. ആൻഡ് ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇവർ റവന്യൂ മോഡൽ കൊണ്ടുപോയി അടുത്ത റൗണ്ട് ഫണ്ടിങ്ങിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് വേണ്ട DPR, ഇവർക്ക് വേണ്ട പിച്ചിങ്, അവർക്ക് വേണ്ട ട്രെയിനിങ്, നെക്സ്റ്റ് എവിടെ പോയി ഫണ്ട് എടുക്കണം, ആരെടുത്ത് പോകണം. ഇനീഷ്യലി ഇവർ റൗണ്ട് 1 ഫണ്ടിംഗ് എന്ന് പറയുമ്പോൾ സീഡ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ സീഡ് സ്റ്റേജ് ആയിരിക്കും നമ്മൾ ഫണ്ട് ചെയ്തിട്ടുണ്ടാവുക. റൗണ്ട് 1 ഫണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ പോകുമ്പോൾ ആദ്യത്തെ കാറ്റഗറി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകണം. ഏഞ്ചൽ നെറ്റ്വർക്ക്സ്, കോൺസോഷ്യംസ്, ഹോൾഡിംഗ് കമ്പനീസ്, ഇവരുടെ മുന്നിലോട്ട് ഇവരെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവരെ നമുക്ക് നമ്മളെടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഇവർക്ക് നല്ല പ്രൊജക്ട്സ് വേണമെങ്കിൽ നമുക്കൊരു 1 ഡേ പിച്ച് സോൺസ് അല്ലെങ്കിൽ ഐഡിയ സോൺസ് വെച്ചിട്ട് നമുക്ക് പിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. കോൺസോഷ്യംസിന് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഏഞ്ചൽ നെറ്റ്വർക്സിന് അവിടെ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അവിടെ ഫണ്ടിംഗ് പ്രോഗ്രാംസുകൾ നടത്താൻ പറ്റും. അവിടെ ഒരു മേ ബി 10% ഇക്വിറ്റിക്ക് 1 CR ആയിരിക്കും ആസ്ക്. അപ്പോൾ റാക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പെർസെൻറ്റേജിൽ നിന്ന് ഒരു 10x ഗ്രോത്ത് വാല്യുവേഷൻ ഇക്വിറ്റിയിൽ നമുക്ക് റാക്കിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതാണ് റാക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹ്യൂജ് ഗെയിൻ എന്ന് പറയുന്നത്. അത് റാക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, റാക്ക് കോഫൗണ്ടർ ആയിട്ട്, റാക്ക് പാർട്ണർ ചെയ്തിട്ടുള്ള ഒരു വെഞ്ചർ ആണെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്ററിന് കോൺഫിഡൻ്റ് ആണ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അടുത്ത് ചോദിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കടന്നു പോകേണ്ട കുറേ വഴികൾ എനിക്ക് മനസ്സിലായി. എനിക്കൊരു എൻട്രി കിട്ടണമെങ്കിൽ പോലും ഞാൻ 3 ലെവൽ എന്താ പറയുന്ന ഒരു ഇൻ്റർവ്യൂ കഴിയണം. അതെനിക്ക് ക്ലിയറായി. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, പക്ഷേ എനിക്കിത് കറക്റ്റായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടുമോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കാശ് പോകുമോ? ഇപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റാർട്ടപ്പ്സ് ഭയങ്കരമായിട്ട് ഫെയിലിയർ റേഷ്യോ കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനൊരു പേടിയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ റാക്കായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ടാഗ്ലൈനിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ട്രാക്ഷൻ ഫോർ ഫൗണ്ടേഴ്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ലിറ്ററലി പറഞ്ഞാൽ അവരുടെ ട്രാക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അടുത്ത റൗണ്ടിലോട്ട് അവരെ സ്കെയിലപ്പ് ചെയ്യും. അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു ഫൗണ്ടേഴ്സിന് വേണ്ട എൻ്റയർ സിസ്റ്റം അണ്ടർ 1 റൂഫ് നമ്മൾ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ റോയൽ അസെറ്റ്സ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന സിസ്റ്റത്തിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് വേർഷൻ നമ്മൾ കൊണ്ടുവന്ന് അണ്ടർ 1 റൂഫ് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ക്ലോസ് മോണിറ്ററിംഗിൽ അവരെ സക്സസ് നമ്മൾ എന്ത് ചെയ്യും, എൻഷുർ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിലൊന്ന് ക്ലാരിറ്റി വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഫെയിലർ സിനാരിയോനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്. അതിലെൻ്റെ വേഴ്സ്റ്റ് സിനാരിയോസ് വരെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ വരുന്ന സമയത്ത് ഓരോ ടാസ്ക് സിസ്റ്റത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 കാറ്റഗറീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് വരുന്ന കാറ്റഗറീസ് 3 കാറ്റഗറീസ് ആവും. നമ്മളുടെ ഒരു R&D ഫേസിൽ നമ്മൾ മനസ്സിലാക്കിയൊരു സിനാരിയോ ആണ്.
ഒന്ന് ഒരു അഡ്വാൻസ്ഡ് കാറ്റഗറി ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഓരോ ഫേസിലും ഡൈലൂഷൻസിനും അവർക്കൊരു ടൈം ലൈനും ഔട്ട്കം ഉണ്ടല്ലോ. ഈ ടൈം ലൈനിന് മുന്നേ ഈ ഔട്ട്കം കൊണ്ടുവരുന്ന ആളുകളുണ്ടാവും. അതാണ് അഡ്വാൻസ്ഡ് കാറ്റഗറി. ഇപ്പോൾ ഒരു 8 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് തന്നെ LMS ആവും, മാർക്കറ്റിംഗ് കഴിഞ്ഞ് സെയിൽസും കഴിഞ്ഞും കോഴ്സിൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. അങ്ങനത്തെ സിനാരിയോസ് ഉണ്ട്, പ്രത്യേകിച്ച് നീഷ് ഫോക്കസ്ഡ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ സാസ് പ്രോഡക്ട്സുകളാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, റവന്യൂ മേക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള എക്സ്പോൺഷ്യൽ ഗ്രോത്തിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ചില കാറ്റഗറീസിന് അങ്ങനെയാണ്, ചില കാറ്റഗറീസിന് പക്ഷേ സ്ലോ ആയിട്ട് പോകേണ്ടതുണ്ടാവും. അപ്പോൾ ഈ കാറ്റഗറീസ് എന്ത് ചെയ്യും, ഈ അഡ്വാൻസ്ഡ് കാറ്റഗറിയിൽ വിടും. അതായത് പറഞ്ഞ മൈൽ സ്റ്റോൺസിന് മുന്നേ ഒരു അച്ചീവ്മെന്റ്സ് നേടി വരുന്ന സിനാരിയോസ്. അപ്പോൾ അതാണ് അഡ്വാൻസ്ഡ് കാറ്റഗറി. രണ്ടാമതൊരു കാറ്റഗറി ഇന്റർമീഡിയറ്റ് കാറ്റഗറി, അതായത് ഓൺ ടൈം, ഈ പറഞ്ഞ ടൈം ലൈനിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു കാറ്റഗറി. അതായിരിക്കും കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ അടുത്തൊരു കാറ്റഗറിയാണ് നമ്മൾ ഈ ഫെയിലേഴ്സ് വരാൻ ചാൻസസ് ഉള്ള ഏരിയ, അതായത് സർവൈവൽ കാറ്റഗറി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട കാറ്റഗറി. അവർ ടൈം ലൈനിൽ ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടാവില്ല, ടൈം ലൈനിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിൽ മെയിൻലി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസിൽ സോർട്ട് ചെയ്യുന്നതിലുള്ള ടൈം ഡിലേസ്. അപ്പോൾ നമുക്കിതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഫെയിലർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ്, കച്ചവടം നടക്കുന്നില്ല, സെയിൽസ് നടക്കുന്നില്ല, കച്ചവടം നടക്കുന്നില്ല. ഈ കച്ചവടം നടക്കാത്തതിൻ്റെ റീസൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും. അത് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഈ പ്രശ്നങ്ങളുള്ളത് നമ്മൾ അസസ് ചെയ്യാന്നുള്ളതാണ്, ആ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു കൺസൾട്ടിംഗ് വിങ് അങ്ങനെ അപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൺസൾട്ടിംഗ് പുറത്ത് കമ്പനീസ് ചെയ്ത് കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രശ്നം. ഇപ്പോൾ മേ ബി ആ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെന്റിലുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയിലുള്ള വന്ന പ്രശ്നമായിരിക്കാം, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അല്ലാത്ത വിഷയങ്ങൾ വരാം. ഇത്രയും റെക്ടിഫൈ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സിനാരിയോസ് അത്രയും വേസ്റ്റ് ആണെങ്കിൽ കൂടെ നമ്മളത് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്ത വേയിലായിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ സെയിൽസിൻ്റെ പിച്ചിലായിരിക്കാം പ്രശ്നം, ഇനിയിപ്പോൾ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ സ്ക്രൂട്ടൈൻ ചെയ്തിട്ട് ഓൾറെഡി നമുക്കിത് കുറേയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, ക്ലോസ് മോണിറ്ററിംഗിൽ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു സിനാരി വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണോ ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസ് എടുക്കുന്ന ഒരു ടൈം ഡിലേ, അതാണ് നമുക്കവിടെ വരുന്നുള്ളൂ. ആ ടൈം ഡിലേ ആണ് നമുക്കവിടെ എക്സാക്ട്ലി പറയുമ്പോൾ നമ്മളൊരു 4 ക്വാർട്ടർ കൊണ്ട് BBRP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വെച്ച പ്രൊജക്റ്റ് ആണെങ്കിൽ 12 മാസം കൊണ്ട് തീരേണ്ടത് ചിലപ്പോൾ 18 മാസം വരെ പോയേക്കാം. ഇതാണ് അതിൻ്റെ ഒരു സിനാരിയോ. അതായത് ഒരു ക്വാർട്ടർ 3 months കൊണ്ട് തീർക്കാൻ വിചാരിച്ച ഒരു 5 months വരെ പോവാം. അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് ടൈം ലൈൻ ഡിലേസിൽ വരാം. അതാണ് നമ്മൾ അതാണ് സർവൈവൽ കാറ്റഗറിയിൽ വരുന്നത്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റവന്യൂ മേക്ക് ചെയ്ത് അക്കൗണ്ടബിൾ ആക്കാതെ നമ്മൾ ഈ പരിപാടി നിർത്തില്ല. എൻറ്റയർലി നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺബോർഡ് ചെയ്യുന്നത് തന്നെ ഒരു ക്വാളിറ്റി ആളുകളെയാണല്ലോ. അപ്പൊ അതിൽ നമുക്കൊരു ഡൗട്ട് സിനാരി വേണ്ട ആവശ്യമില്ല, നമുക്കും ആ കോൺഫിഡൻസ് ഉണ്ട്, ആ ഫൗണ്ടറിനുള്ള കോൺഫിഡൻസ് നമുക്കും ഉണ്ട്. അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ബിൽഡ് ചെയ്യല്ലേ, അപ്പൊ നമ്മളത് ബിൽഡ് ചെയ്യുന്ന പറഞ്ഞാൽ ബിൽഡ് ചെയ്തിരിക്കും. അത് നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, എൻഷുർ ചെയ്യും. അതിനകത്ത് 2 ക്ലോസസ് ആണ് നമ്മൾ മെയിൻലി കാണുന്ന ഒരു സിനാരിയോ. ഒന്ന് ബിസിനസ് മോഡൽ ഫെയിലിയറിൽ നമ്മളിപ്പോൾ പറഞ്ഞ സിനാരിയോ, അതിൽ നമ്മൾ കൃത്യമായിട്ടൊരു ക്ലോസ് ഫൗണ്ടേഴ്സുമായിട്ട് വെക്കുന്നുണ്ട്, റെഡി ടു പിവറ്റ്. അതായത് നമുക്ക് എപ്പോഴും നമ്മളെ ഐഡിയ ഭയങ്കര അടിപൊളിയായിരിക്കും, നമുക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ പക്ഷേ പ്രാക്ടിക്കലി അതിൻ്റെ ഫീസിബിലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് കുറേ ചാലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ എക്സിക്യൂഷൻ പാർട്ടിലായിരിക്കും പലതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനും പിവറ്റ് ചെയ്യാനും റെഡി ആയിരിക്കണം. ഐഡിയയും നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലവും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷനും ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ മേ ബി പ്രൊഡക്റ്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം, പ്രൊഡക്റ്റിൻ്റെ ഒരു വേരിയബിളിൽ ചേഞ്ചസ് ഉണ്ടാവാം, പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാം. അത് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ, അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല. യെസ്, അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ റെഡി ടു പിവറ്റ്. കാരണം അത് ഇപ്പോൾ ഈവൻ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആണെങ്കിൽ കൂടെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോയാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അതാണ് ഒരു ക്ലോസ്. പിന്നെ അടുത്തൊരു അതിൻ്റെ വേഴ്സ് സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്, വാട്ട് ഇഫ് ദ ഫൗണ്ടർ ഫെയിലിയർ എന്നുള്ളത്. ഇത് നമ്മൾ ആ ഫൗണ്ടറിനെയും കൂടി കണ്ടിട്ട് ചെയ്യാണല്ലോ. ഫൗണ്ടർ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കാരണം ഇപ്പോൾ ഫൗണ്ടർ നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്വാളിറ്റി പേഴ്സൺ ആയിരിക്കാം, അടിപൊളി പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ആളുടെ പേഴ്സണൽ റീസൺസോ അല്ലെങ്കിൽ പല മെന്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വാട്ട് എവർ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ളതോ സംഭവിക്കാതിരിക്കട്ടെ എന്നെങ്കിൽ കൂടെ എന്തെങ്കിലും റീസൺസ് കാരണം ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സിനാരിയോ, അതിൽ ഇത് പ്രോപ്പറായിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നില്ല സിനാരിയോ വരുമ്പോൾ, ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെന്റലായാലും ഫിസിക്കലായാലും ഇതിന് വേണ്ട ഹെൽത്തിലായാലും വാട്ട് എവർ തിങ്സ് നമ്മൾ ടിക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ബിയോണ്ടുള്ള പ്രശ്നങ്ങൾ വരാം. നമ്മളിതിൻ്റെ ഏറ്റവും വേസ്റ്റ് വരെ കണ്ടിട്ട് എന്നുള്ളതിൻ്റെ എക്സാക്ട് പിക്ചർ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. സോ അങ്ങനെ ഒരു സിനാരി വന്നു കഴിഞ്ഞാൽ, ഒരു ഫൗണ്ടർ ഫെയിലിയർ സിനാരി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ക്ലോസ് വെച്ചിട്ടുള്ളത് ഇവരുടെ വീക്കർ ഏരിയാസിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. ഓൾറെഡി ഗ്രോത്ത് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ ഇവരുടെ കൂടെ ഇവർക്ക് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാലൻറ്റ് അസൈൻ ചെയ്യും. റാക്കിന്റെ ഒരു ഹോൾഡിങ്സ് ഉണ്ടല്ലോ, റാക്കിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടല്ലോ, ആ റാക്കിന്റെ ഓണർഷിപ്പിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒന്നെങ്കിൽ നമ്മളൊരു ടാലന്റിന് അവിടെ ഏതാണോ അവരുടെ വീക്കർ ഏരിയാസ്, ഒരു ഡ്യൂപ്ലിക്കേഷൻ അവിടെ റിക്വയർമെന്റ് ഇല്ല. ആ ഫൗണ്ടറിന് ഏത് ഏരിയയിലാണോ വീക്കർ ആയിട്ടുള്ളത് ആ വീക്കർ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണെ അസൈൻ ചെയ്യാം. അത് ടീം മെമ്പർ ആയിട്ട് അസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളൊരു കോ ഫൗണ്ടർ ആയിട്ട് അസൈൻ ചെയ്യും. അതായത് റാക്കിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു കോ ഫൗണ്ടർ ആയിട്ട് അസൈൻ ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു വന്ന വെച്ചാൽ അവിടെ ഓൺ ബോർഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ് സക്സസ് ആക്കണം, എനിക്കതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതിൽ നിന്ന് വാല്യൂഷൻ ഗെയിൻ ചെയ്യണം, അതൊരു വലിയ സ്കെയിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകണം, ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ്സായിട്ട് വലിയൊരു ബ്രാൻഡായിട്ട് അതിനെ ബിൽഡ് ചെയ്യാൻ പറ്റണം, ഗ്ലോബൽ ലെവലിൽ സ്കെയിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള വിഷനുമായിട്ട് വരുന്ന ആളുകളാണ്.
അപ്പോൾ അതാണ് നമ്മുടെ ഗോള്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ എക്സിക്യൂഷനും അത് നമ്മൾ കറക്റ്റ് പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ക്ലോസസ് ആണ് നമ്മളവിടെ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവിടെ വെക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ ഓൺബോർഡ് ആയ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റവന്യൂ മേക്ക് ചെയ്ത് അടുത്ത സ്റ്റേജിൽ ഫണ്ടിങ് എടുത്ത് അടുത്ത സ്റ്റേജിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പുറത്തിറങ്ങാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഇനി വേറൊരു സിനാരിയോസും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബൈബാക്ക് സിനാരിയോസ്. ഇപ്പോൾ വാട്ട് ഇഫ് ദ ഫൗണ്ടർ നീഡ് ടു ഗോ അപ്പ് ഫോർവേഡ്, ലൈക്ക് ഇപ്പോൾ റാക്കിനെക്കാട്ടിലും അടിപൊളിയായിട്ടൊരു എക്കോസിസ്റ്റം വരികയാണ്. അപ്പോൾ അവിടെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. റാക്കിനെക്കാട്ടിലും അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. നമുക്കൊരിക്കലും അവർ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, നിങ്ങൾ റാക്കല്ലേ നമ്മൾ ഇത്രയും കാലം ബിൽഡ് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഗ്രോത്താണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രോത്ത് എന്നുള്ളതിനെക്കാട്ട് അപ്പുറത്തോട്ട് അവരുടെ ഗ്രോത്തിനാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി, നമുക്ക് അതിൻ്റെ പ്രയോറിറ്റിയും കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ നല്ല റവന്യൂ മേക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി, അപ്പോൾ ഫൗണ്ടർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം പൈസ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അടുത്തൊരു റൗണ്ട് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. റവന്യൂ വെച്ചിട്ടാണ് അവർ സ്കെയിൽ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അവർ പറയാണ് ഞങ്ങൾ റവന്യൂ വെച്ചിട്ട് സ്കെയിൽ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ റാക്കിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഓണർഷിപ്പ് എന്നുള്ള രീതിയിലില്ല. അപ്പോൾ നമ്മളൊരു പുതിയ ഇൻവെസ്റ്റർ ഓൺബോർഡ് ചെയ്യുന്ന പകരം നമ്മൾ തന്നെ ബൈബാക്ക് ചെയ്യാണ്. ഇങ്ങനത്തെ സിനാരിയോസ് ഉണ്ടാവും. അവർ അത്യാവശ്യം റവന്യൂ ഉണ്ട്, അവർ പുതിയൊരു ഇൻവെസ്റ്ററിനെ എടുക്കുന്നതിന് പകരം ഞാൻ തന്നെ എന്ത് ചെയ്യാണ്, ബൈബാക്ക് ചെയ്യാം, റാക്കിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂഷൻ എടുത്ത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഫൗണ്ടേഴ്സിനാകുമ്പോൾ നമ്മൾ നെഗോഷിയേഷൻ ഉണ്ടാവും, നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർക്കത് സൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ഇൻഡിവിജ്വലി ഏത് സപ്പോർട്ട് സിസ്റ്റംസ് അവർക്ക് സ്റ്റിൽ മെമ്പർഷിപ്പും കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ കൂടെ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ അവർക്ക് നമ്മളെ സെറ്റിൽ ചെയ്യേണ്ട, നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് ഇതുപോലെ തന്നെ പുതിയൊരു എക്കോസിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റും. നോ ഇഷ്യൂസ്. അവർക്ക് അവിടുത്തെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ്സ് വരും. ഇപ്പോൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഏതെങ്കിലും ഒരു പാർട്ണർഷിപ്പ് വരുന്നത് ഒരു ഹെൽത്ത് സെക്ടറിലുള്ള ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള R&D സർവീസുകൾ അവൈലബിൾ ആയിട്ട് ഒരു ഇൻക്യുബേറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഒരു 1-2 ടീമുമായിട്ട് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ MOU ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഔട്ട്സോഴ്സിങ് സർവീസുകൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ കൂടെ ഇവർക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഒരു ബിഗ്ഗർ ബ്രാൻഡാണ് മെഡിക്കൽ ഇൻഡസ്ട്രിയിലുള്ള, അവർ R&D ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊരു നോമിനൽ സ്റ്റേക്ക് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവരിതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അവർ ഓൺബോർഡ് ചെയ്യാന്നുള്ള സംഗതി വരുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മൾ പാർട്ണർ ചെയ്തിട്ടുള്ള കമ്പനിക്ക് ഗ്രോത്താണ്. സോ ലിറ്ററലി നമ്മളവിടെ ആ പാർട്ണർഷിപ്പ് എന്നുള്ള സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നതിന് നമുക്ക് അത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇത്രയും ക്ലാരിറ്റിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. യെസ്, കാരണം നമ്മളുടെ ഒരു ലാസ്റ്റ് 6-7 ഇയേഴ്സ് ജേർണീനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്കുണ്ടായിരുന്ന പെയിൻ പോയിന്റ്സ് എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ആൻഡ് ഓൾസോ നമ്മൾ ഇപ്പം മീ പേഴ്സണലി കഴിഞ്ഞൊരു 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഓൺടർപ്രണേഴ്സിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെപ്പോലുള്ള പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിലും നമ്മൾ പങ്കെടുത്ത ഇവൻറ്റ്സും നമ്മൾ സ്പീക്കറായിട്ട് പോയിട്ടുള്ള ഇവൻറ്റ്സും എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 150+ കോളേജസിൽ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ IDCനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള IDCൻ്റെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും ED ക്ലബ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ടൊക്കെ പല വേദികളിൽ സംസാരിച്ചിട്ടൊക്കെ ആയിട്ട് ഒരുപാട് യങ് ഓൺടർപ്രണേഴ്സുമായിട്ടൊക്കെ അതുപോലെ തന്നെ ബിസിനസ് ടൈക്കൂൺസുമായിട്ടും പല ആളുകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പെയിൻ പോയിന്റ്സിനെല്ലാം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രാക്ഷൻ ഫോർ ഫൗണ്ടേഴ്സിൽ ഈ സ്റ്റാർട്ടപ്പ് ഫെയിലർ സിനാരിയോസിന്, കാരണം 90% അല്ലെങ്കിൽ 95% ഓഫ് സ്റ്റാർട്ടപ്പ്സ് ഫെയിലർ ആവുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി പുൾ ഓഫ് ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ആ ക്ലാരിറ്റി നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ ക്ലാരിറ്റി ഉള്ള അപ്പുറത്തോട്ട് അതിൻ്റെ ഒരു എൻഷുർ ചെയ്യുക, ആ സക്സസ് നമ്മൾ കൂടെ നിന്ന് എഞ്ചിനീയർ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി. ഇനിയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ ട്രസ്റ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സിലോട്ട് വരുന്ന സമയത്ത് ആ ടാഗ് ലൈൻ നമ്മൾ ഉപയോഗിച്ചതിന് ഒരു വലിയ മോട്ടോ ഉണ്ട്. കാരണം നമ്മൾ ശരിക്കും, പ്രത്യേകിച്ച് ഞാൻ മലബാർ റീജിയനിൽ വരുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് NRI ക്യാപിറ്റൽ എന്നാണ് മലബാറിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ കേരള ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും NRIസിൻ്റെ വലിയൊരു ഫണ്ട് ഫ്ലോ ഇന്ന് നമ്മൾ കേരളത്തിലുണ്ട്. പക്ഷെ അതിലുള്ളൊരു സിനാരിയോ നോക്കുന്ന സമയത്ത് ശരിക്കും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഡെഡായിട്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ട്സിൽ കിടക്കുന്നുണ്ട്. ഇവനൊരു FD പോലും ഇടാണ്ട് NRI അക്കൗണ്ടുകളിൽ ചുമ്മാ ഫണ്ടായിട്ട് കിടക്കുന്ന ഫണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇപ്പോൾ മലബാറിൻ്റെ റീസെൻറ്റ് കണക്കുകൾ പ്രകാരം മലബാറിൽ മാത്രം 2 ട്രില്യൺ അബോവ് ഫണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് FD പോലും ഇടാണ്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്ര പോലും ഒരു അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്ന സിനാരിയോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്ത സമയത്ത് 1-2 സിനാരിയോസ് ഉണ്ട്. ഒന്ന്, മലബാറിലെ സ്പെസിഫിക്കലി നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അവിടുത്തെ ഒരു NRIസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നാട്ടിലോട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നാട്ടിൽ അസറ്റ് വേണം എന്ന രീതിയിൽ മോട്ടോ കാണുകയും അവിടുന്ന് തിരിച്ചു കൊണ്ടിരിക്കും. അതിലിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ കൂടെ ഒരു അസറ്റ് ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. പലരും വീട് വെക്കും. അതെ, ഇവൻ ആ ക്യാഷ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ പക്ഷേ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ സൗത്ത് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത്
അവിടെ കുറച്ചും കൂടി മാറ്റങ്ങളുണ്ട്. ലൈക്ക് ആളുകൾ കുറച്ചും കൂടി അങ്ങോട്ട് ഷിഫ്റ്റ് പോകുന്നുണ്ട്. അവിടെ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. യെസ്. പക്ഷേ മലബാറിൽ നോക്കിയ സമയത്ത് മലബാറിൽ നമുക്ക് ഇത്രയും വലിയൊരു ഫണ്ട് പൂൾ ഉണ്ട്, ഇത്രയും വലിയൊരു അക്വിസിഷൻ പറ്റുന്ന ഫണ്ട് അവിടെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ, ഇവരെന്താ കറക്റ്റ് ഒരു അസറ്റിലോട്ടും പോകാത്ത നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്ത് പൈസ പോകുമെന്നുള്ള പേടി. വൺ തിങ് ഈസ് സ്കാംസ്, ഭയങ്കരമായിട്ടുള്ള സ്കാംസ് ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ ശരിക്കും ഇവരെന്തുകൊണ്ട് പൈസ ഒന്നിക്കും മാറ്റാത്ത ട്രസ്റ്റബിൾ ആയ സോഴ്സസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ലാൻഡ് വാങ്ങിയിടാം, ഗോൾഡ് വാങ്ങിയിടാം, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. ലാൻഡിലോട്ട് നോക്കുന്ന സമയത്ത് മിനിമം ഒരു 3-5 CR ഇല്ലാണ്ട് ഇന്ന് ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാന്നുള്ളത് ഒരു പ്രാക്ടിക്കലി വയബിൾ ആയിട്ട് രീതിയല്ല. ഇനിയിപ്പോൾ അതിനടുത്തോടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകുന്നല്ലാണ്ട് ഫണ്ട് അവിടെ കിടക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കാനുമില്ല. അത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പിന്നെ പൈസ അങ്ങോട്ട് ചിലവാക്കേണ്ട സിറ്റുവേഷനാണ്. സോ അതാണ് ഒരു കാര്യം. കാരണം ഈ പറഞ്ഞ 2 trillion എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കയ്യിലല്ല, ഇത് അത്രയും ആളുകളുടെ കയ്യിൽ സ്പ്രെഡാണ്. ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ 20 lakhs 30 lakhs 50 lakhs ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തോട്ടുള്ള വലിയൊരു എമൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടിരുന്ന സംഗതിയാണ് ഗോൾഡിന്റെ ഇപ്പോഴത്തെ സിനാരിയോ കയ്യിലുള്ള ഗോൾഡും കൂടി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റ് പൈസ അക്കൗണ്ടിലോട്ട് മാറ്റി. കാരണം അതിന്റെ റീസൺ ഈവൻ ദോ ഗോൾഡ് ഇനിയും ഒരുപാട് അപ്രണ്ടിലോട്ട് പോകും എന്നുള്ള ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടെ ആളുകൾക്ക് പ്രൈസ് ഓഫ് കോഴ്സ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഫിയർ ഫാക്ടേഴ്സ് വരും, ഫോമോ വരും, അതിൽ നിന്ന് എന്ത് ചെയ്യും അവരത് സെൽ ഔട്ട് ചെയ്യുന്ന സിനാരിയോ. സെൽ എന്നുള്ളതിന് അപ്പുറത്തോട്ട് പുതിയതായിട്ട് ഒരു പർച്ചേസ് ചെയ്യുന്നതിലാണ് വലിയൊരു റീസൺ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്കാംസ്, ഒരുപാട് സ്കാംസ്. അപ്പോൾ പലതരത്തിലുള്ള സ്കാംസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും പല ജ്വല്ലേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും പല ഇൻഡസ്ട്രി സ്പെസിഫിക് കമ്പനീസ് ആണെങ്കിലും ഒരുപാട് സ്കാംസുകൾ അവിടെ നടക്കുന്നു. അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നു. ആൻഡ് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് കുറവാണ് മെയിൻലി. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഇല്ല. ആളുകൾ വന്നിട്ട് ഞാൻ 1 തന്ന 2 തിരിച്ചു തരാം. യെസ്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ട് ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും എഡ്യൂക്കേഷൻസും കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. ഈവൻ നമ്മളെ പ്ലാറ്റ്ഫോമിലും അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷനും വാല്യൂസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിലപ്പുറത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അവയർനെസ് കൊടുക്കുന്നുണ്ടോ, ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഈ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടോ, അവർ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളിടത്താണ് അവിടുത്തെ നമ്മളുടെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിന്നത്. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ലേഡിയൊക്കെ കരയുന്ന കണ്ടപ്പോൾ ഈ കരയുന്നതിന് പകരം അറിയാവുന്ന ഒരാളോട് ചോദിച്ചിരുന്നെങ്കിൽ പൈസ ഇട്ടിരുന്നെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു സിനാരിയോ എന്ന് പറയുന്നത് അവർക്ക് ആ നോളജ് കൊടുക്കാനും അവർക്ക് അവയർനെസ് കൊടുക്കാനും നമുക്ക് പറ്റണം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ബിസിനസ്സിൽ വാലുവേറ്റ് ചെയ്യാം, എങ്ങനെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ ഫണ്ടമെന്റൽസ് എന്താണ്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ലാക്ക് ഓഫ് നോളജും അവയർനെസ്സും ആണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇതിനൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല, ട്രാക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ ഈവൻ ദോ അവർ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല, പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കണമെന്നില്ല, പ്രോപ്പർ റെസ്പോൺസസ് കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ട്രഡീഷണൽ ആളുകളാണ്, ഇവർക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ലായിരിക്കും. ആൻഡ് ഏർലി സ്റ്റേജസ് ആകുമ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫിയർ ഫാക്ടർ ഉണ്ടാവും. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാക്കിലോട്ട് വരുമ്പോൾ റാക്ക് ബാക്ക് ചെയ്യുമ്പോൾ റാക്കിന്റെ ഒരു 5 year ഓഫ് എക്സലൻസ് ഉണ്ട്, റാക്കിന്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, റാക്കിന്റെ ട്രസ്റ്റബിൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എല്ലാ പബ്ലിക്ലി ഡോക്യുമെന്റഡ് ആണ്, ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സസിലുണ്ട്. ഇതാണ് നമ്മളവിടെ വെക്കുന്ന ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾ ഈ സ്ട്രക്ചേർഡ് സിസ്റ്റം ഇതിനുള്ളിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആൻഡ് വൺ തിങ് ഈസ് വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഇൻഡസ്ട്രി സിംഗിൾ ബിസിനസ്സിലോട്ടല്ല, ഇത്രയും മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് മൾട്ടിപ്പിൾ ബിസിനസ്സുകളെ ഹെഡ് ചെയ്യുന്ന പാരന്റ് കമ്പനിയിലോട്ട് റാക്കിലോട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു റാക്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ഫെയിലിയർ ആയാലും ഇവരെ ബാധിക്കുന്നില്ല. ഇവൻ അവിടെ ഫെയിലറിന്റെ സിനാരിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞെങ്കിലും അതിൽ പോലും ഇവരെന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കമ്പനീസിനെ ഹോൾഡ് ചെയ്യുന്ന, ഇത്രയും ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക് ആയിട്ട് അത്രയും വൈഡ് റൂട്ട്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ പാർട്ട്ണറായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അവിടെയും നമ്മൾ എന്താണ്, ഒരു ഇൻവെസ്റ്ററും നമ്മളുടെ പാർട്ട്ണറാണ്. നമ്മളിവിടെ ഒരു ഫണ്ട് പൂളോ അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് അങ്ങനത്തെ ഒരു സിനാരിയോ അല്ല. നമ്മളുടെ കമ്പനിയുടെ 20% ഓഫ് സ്റ്റേക്സ് ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസ് ഓഫ് ഫണ്ടിങ് 60 CR നമ്മൾ റേസ് ചെയ്യുന്നത്. 300 CR കമ്പനി വാല്യൂഷനിൽ 20% ഡൈലൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ അതിൽ പാർട്ട്നേഴ്സിനെ ഗെറ്റ് ചെയ്യുന്നത്, പാർട്ട്നേഴ്സിന് ഇൻവെസ്റ്റർ ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുന്നത് ക്വാർട്ടർലി ഡിവിഡൻസും ഇയർലി ക്യാപിറ്റൽ ഗെയിനും നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട്. അവർക്ക് അഷ്വർഡ് ബൈബാക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. എഗ്രിമെന്റ്സും സ്റ്റാബ് പേപ്പർ എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ലീഗലായിട്ടുള്ള വേയിലാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഈ കമ്പനീനെ ലീഗലായിട്ടുള്ള വേയിൽ ഒരു വലിയ സ്കെയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, എക്സ്പാൻഡ് ചെയ്ത് പോകാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആ കറക്റ്റുള്ള വേയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന കോൺഫിഡൻസും ഈ പറഞ്ഞ സിസ്റ്റവും ഈ പറഞ്ഞ എക്കോസിസ്റ്റവും അതിൻ്റെ അകത്ത് നിന്ന് വളർന്നു വരുന്ന റവന്യൂ ജനറേഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ കമ്മിങ് ടു കറക്റ്റ് ക്ലാരിറ്റി ഹൗ വി ക്യാൻ ജനറേറ്റ് ദ വാല്യൂ,
ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നതൊക്കെ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇതിൽ നമ്മളുടെ ഇന്നൗസ് സബ്സിഡറി വെഞ്ചേഴ്സ് ആണ് ഈ പറഞ്ഞ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് നല്ലൊരു റവന്യൂ അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളുടെ ഒരു കൺസൾട്ടിങ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടിങ്. അപ്പോൾ അവിടെ ഒരു 1 to 3 lakh ഒക്കെയാണ് മന്ത്ലി നമുക്ക് പലരും പേ ചെയ്യാൻ റെഡി ആവുന്നത്. അതും 1 year കോൺട്രാക്ടിന് അപ്ഫ്രണ്ട് പേയ്മെന്റ് വരെ നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ ഈ എക്സ്പെർട്ടീസ് അവർക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഒരു അനദർ റവന്യൂ സോഴ്സ് ആണ് നമ്മുടെ കൺസൾട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ മെജോറിറ്റി ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്സ്. ഇപ്പോൾ നമ്മളിതിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിനാണല്ലോ. ഒരു എക്സ്പാൻഷൻ സ്റ്റേജിൽ ഓൾറെഡി റവന്യൂ മേക്കിംഗ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്സ് നമ്മളുടെ ഗൈഡൻസും മെന്റർഷിപ്പും യെസ് അങ്ങനത്തെ എൻക്വയറീസ് ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ന്യൂമറിക്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 100+ എൻക്വയറീസ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് വന്നു. പ്രത്യേകിച്ച് റാക്കിന്റെ ലോഞ്ചും കൂടി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന ഇവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഫൈനാൻഷ്യലി ബാക്ക്ഡ് ആണ്, ഇൻഫ്രാ കാര്യങ്ങളുണ്ട്, ടീമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചില പെർട്ടിക്കുലർ സർവീസുകൾ ആവശ്യമുണ്ടാവുള്ളൂ. എക്സ്പെർട്ടീസ് ആൻഡ് കൺസൾട്ടേഷൻ അവർ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നതിൽ ഇവർ ലാക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് മെയിൻലി സിസ്റ്റംസ് ഇല്ലാത്തതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാത്തതും അതിൻ്റെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്തും ട്രാക്ക് ചെയ്യുന്നിടത്തും ഒരു സിസ്റ്റം ഒരു ഫെസിലിറ്റി ഇല്ലാത്തതും ഒക്കെയാണ് അവരുടെ റിക്വയർമെന്റ്സ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും വലിയൊരു എക്കോസിസ്റ്റം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ടീമും സ്ട്രെങ്ത്തും ഉണ്ടാകുമ്പോൾ നമുക്ക് ഈസിലി ഡുവബിൾ ആണ്. നമ്മുടെ കമ്പനീസ് പോലെ തന്നെ നമുക്ക് ഇവരെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സംസാരിച്ച സമയത്ത് ഈ കമ്പനീസിന്റെ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് ഈസിലി ഡുവബിൾ ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ സക്സസ് എൻഷുർ ചെയ്യാനുള്ള പ്രോസസ്സുകളുണ്ട്. അവിടെ നമ്മൾ ഒരു കൺസൾട്ടിങ്, ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കുക, സജഷൻസ് കൊടുക്കുക എന്നുള്ള അപ്പുറത്തോട്ട് എക്സിക്യൂഷൻ എന്നുള്ളതും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പറേഷൻസിലാണ് ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസിൽ SOPs അല്ലെങ്കിൽ APs അതിനുള്ള പോളിസീസ് അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ സർവീസായിട്ട് ആഡ് ചെയ്തിട്ട് ആ സർവീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു സെയിൽസിലാണ് ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ സെയിൽസിൽ പ്രോപ്പർ അല്ല നടക്കുന്നുണ്ടെങ്കിൽ സെയിൽസ് ടീമിന് നമ്മൾ ഓൺബോർഡ് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്സ് എടുത്ത് അവരെ പ്രോപ്പറായിട്ട് അതിന് വേണ്ട സെറ്റപ്പ് ആക്കി കൊടുക്കും. ആ രീതിയിൽ എക്സിക്യൂഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസൾട്ടിങ് അതാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സംസാരിച്ച സമയത്ത് ഒരു 3 lakh above ഒക്കെ പേ ചെയ്യാൻ അല്ലെങ്കിൽ 1 lakh to 3 lakh ആ ഒരു ലെവലൊക്കെ സ്കെയിലിൽ മന്ത്ലി പേ ചെയ്യാൻ വില്ലിംഗ് ആണ് അവർ. മിനിമം 1 yearലോട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ റെഡിയാണ്. അത്രയും എൻക്വയറീസ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റാക്കിൻ്റെ കോർ ടീമിനും നെർവസ് സിസ്റ്റത്തിനും ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോനെ എക്സ്പാൻഷൻ സ്റ്റേജിൽ കാണാൻ പറ്റുകയാണ്. ഇതിലുള്ള പല കമ്പനീസ് ആ സ്റ്റേജിലോട്ട് പോകാനുള്ള കമ്പനീസാണ്. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ സംഗതികൾ അവിടെ കണക്റ്റഡ് ആയിട്ട് വർക്ക് ആവും. അതിനോട് നമുക്ക് നല്ലൊരു റവന്യൂ ജനറേഷനാണ്. പിന്നെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഓരോ റവന്യൂസും, അപ്പോൾ ഓരോ അമ്യൂണിറ്റീസിനും നമുക്ക് ഓരോ റവന്യൂ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ സീറ്റ്സ് ആണെങ്കിലും കോൺഫറൻസ് ഹാൾ, മീറ്റിംഗ്സ്, കൺവെൻഷൻ ഹാൾ ആണെങ്കിലും കഫേസ് ആണെങ്കിലും ഫുഡ് കോർട്ട്സ് ആണെങ്കിലും ആൻഡ് നമ്മുടെ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇതെല്ലാം നമ്മളുടെ ഓരോ റവന്യൂ മോഡൽസ് ആണ്. യെസ്. അപ്പോൾ ആ ഫസ്റ്റ് 3 റവന്യൂ സോഴ്സസ് എന്ന് പറയുമ്പോൾ അപ്ഫ്രണ്ട് നമുക്ക് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് മുതലേ നമുക്ക് ജനറേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുകയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് വലിയൊരു ഗെയിം ചേഞ്ചിങ് സംഗതി എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയർസ്. ഈ സ്റ്റാർട്ടപ്പുകൾ റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവരിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് അതൊരു 4 quarters ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് കിട്ടി തുടങ്ങും. പിന്നെ ഒരു 6 quarter ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്സ് അടുത്ത 5 year ഫണ്ടിങ്ങിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളുടെ പാർഷ്യൽ എക്സിറ്റ്സ്, അപ്പോൾ നമ്മൾ 10% ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അതിനൊരു 5% നമ്മൾ എക്സിറ്റ് ചെയ്താൽ പോലും നമുക്ക് അറൗണ്ട് 40 lakhs 50 lakhs ഫണ്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു 20 കമ്പനി നമുക്ക് ഇതിൽ നിന്ന് സോർട്ട് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട്. അതാണ് അതിൻ്റെ ഒരു കോർ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറിയിൽ അഡ്വാൻസ്ഡിൽ നമ്മളൊരു 60 കമ്പനി വരുമായിരിക്കും, ഇന്റർമീഡിയറ്റിൽ ഒരു 120 കമ്പനി വരുമായിരിക്കും, ബാക്കി ഒരു സർവൈവൽ വരുമായിരിക്കും. ഈവൻ ദോ നമുക്ക് നെക്സ്റ്റ് 3 years നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു ബിഗ് പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്വാർട്ടറിൽ പുതിയ 30 പേര് വന്നു, അടുത്ത ക്വാർട്ടറിലോട്ട് അവർ മൂവ് ചെയ്യുമ്പോൾ അവർ സിസ്റ്റത്തിനോട് അലൈൻഡായി, അവരടുത്ത ക്വാർട്ടറിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പുതിയ ടീം വരുമ്പോഴത്തേക്കും ഇവർ ഓൾറെഡി ഒരു സ്റ്റേജ് കടന്നു, അടുത്തൊരു 4 quarter കഴിയുമ്പോൾ ഇവർ റവന്യൂ മേക്കിംഗ് ഫൗണ്ടേഴ്സായി. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കൺസൾട്ടിങ്, മെൻറ്റർഷിപ്പും കൊളാബറേഷൻസും ഇതിനുള്ളിൽ തന്നെ ബിസിനസ്സുകളും ഫൗണ്ടേഴ്സോ കോ ഫൗണ്ടേഴ്സോ ഒക്കെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ വലിയൊരു ലാർജ് പൂൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ബാക്ക് ചെയ്യുന്ന നമ്മളുടെ മെൻറ്റർഷിപ്പ് പൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽസിന് അവർക്ക് സ്റ്റാർട്ടപ്സിനെ ഗൈഡ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ അവർ പാഷനേറ്റ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ മെൻറ്റർഷിപ്പ് പൂളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റർ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്, റാക്ക് ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പാർട്ട്നേഴ്സ് അതിൽ പ്രയോറിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ അല്ലാണ്ടുള്ള ഈ ബിസിനസ്സുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ഏഞ്ചൽ നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റി നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ നമ്മൾ യങ് ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക് കേരള എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി. സോ ഈ എക്കോസിസ്റ്റംസും കൂടി ഇതിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻറ്റയർ സിസ്റ്റം ഓഫ് റാക്ക് എന്ന് പറയുന്നത്. സോ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗാംബ്ലിങ്ങോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രൂഫ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു വലിയ വിഷൻ 2050 നടക്കാൻ പോകുന്ന 2030 നടക്കാൻ പോകുന്ന സംഗതിനെ കുറിച്ചല്ല. അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ്ങിലുള്ള റവന്യൂ മേക്കിംഗ് ആയിട്ടുള്ള ഒരു ലെഗസിയിലോട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 10% രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങൾ വരികയാണ്. അപ്പ് ഫ്രണ്ട് അവർക്ക് 10%, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 10 ലക്ഷം രൂപ അപ്പം തന്നെ പോകണം. ഇവിടെ അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല. കാരണം നമ്മുടെ കമ്പനിയിലോട്ട് പാർട്ണർഷിപ്പായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ അത് മെയിൻ്റനൻസിന് വേറെ പൈസ ചിലവാക്കണം, അതിവിടെ വരുന്നില്ല. വേറെ ഹിഡൻ ചാർജസോ മീൻസ് അവരെ
പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റോ കാര്യങ്ങളൊന്നുമല്ല നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ലോണോ അല്ലെങ്കിൽ NBFC പ്രൊഡക്റ്റോ അങ്ങനെ ഒന്നുമല്ലല്ലോ, പാർട്ണർഷിപ്പ് ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വേറെ മാനേജ്മെൻറ്റോ കാര്യങ്ങളോ സർവീസ് ചാർജോ ഒന്നും തന്നെ നമ്മൾ ഈടാക്കുന്നില്ല. സോ ലിറ്ററലി അവിടെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഇവർ ജ്വല്ലേഴ്സിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈവൻ നമ്മളൊരു ഹോസ്പിറ്റൽസിലോ പല പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തുള്ള ആളുകളുണ്ടാവും. അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ ഇരിക്കാം, അത് വളരുന്നില്ല. അതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും, പക്ഷേ ആ പ്രോഫിറ്റ് അങ്ങനെ ചിലവായി പോവാണ്. പ്രത്യേകിച്ച് ഒരു വെൽത്ത് ഗെയിൻ അവിടെ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അവിടെ വളരുന്നുണ്ട്, അതിനനുസരിച്ച് ഇവരുടെ പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ കോൺട്രിബ്യൂഷൻ കോമ്പൗണ്ട് ആവുന്നുണ്ട്, ഇവർക്ക് ക്വാർട്ടർലി ഇവരൊരു പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ കറക്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ലാൻഡ് വാങ്ങിയ പോലെ, ഞാനത് സിമ്പിളായിട്ട് പറയാൻ അങ്ങനെ പറയാം. നിങ്ങളൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു, ഒരു 30 ലക്ഷം രൂപയ്ക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു. സിമ്പിളായിട്ട് പറയാം, ആ 30 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ലാൻഡിൻ്റെ വാല്യൂ വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു 2 പീടിക മുറി ഉണ്ട്, 2 ഷോപ്പ് ഓഫീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് 3 മാസം കൂടുമ്പോൾ. അപ്പോൾ വർഷാവർഷം അതിൻ്റെ റെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, റെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ കുറച്ച് ബാക്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കൾട്ടിവേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യുവേഷൻ ഇയർ ഓൺ ഇയർ ആയിട്ട്, അതായത് കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ കൂടി അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഓണർഷിപ്പും കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. കമ്പനി വളരുന്നിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ വാല്യുവേഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഗെയിൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ അസറ്റ്, ഇക്വിറ്റി അസറ്റും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കറക്റ്റ് എക്സാക്ട് പിക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് ട്രസ്റ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, ട്രാക്ഷൻ ഫോർ ഫൗണ്ടേഴ്സ്, ട്രസ്റ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് എത്തുന്നത്. ആൻഡ് ഇതിൽ തന്നെ നമ്മൾ ശരിക്കും നമുക്ക് ഒരുപാട് HNIs അല്ലെങ്കിൽ അൾട്രാ HNIs ആയിട്ടുള്ള പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കൗൺസോർഷ്യംസ് പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നത് ട്രഡീഷണൽ ഇൻവെസ്റ്റേഴ്സ്, NRIs അല്ലെങ്കിൽ റിട്ടയർഡ് എംപ്ലോയീസ്, അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്കാണ്. കാരണം ഈ പറഞ്ഞൊരു ആവറേജ് 30 lakhs അല്ലെങ്കിൽ 20 lakhs അല്ലെങ്കിൽ ഈവൻ 5 lakhsലാണ് നമ്മുടെ ടിക്കറ്റ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും നമ്മളൊരു ആവറേജ് 30 lakhs ഒക്കെയാണ് നമുക്ക് കൂടുതലും കോൺട്രിബ്യൂഷൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഇവർക്കാണ് നമ്മൾ ശരിക്കും കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. കാരണം ഓൾറെഡി വലിയ ടൈക്കൂൺസ് ആയിട്ടുള്ള ആളുകൾക്ക് യെസ് അവയർനെസ് എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടത്. റാക്കിലൂടെ അവർക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയാലാണ് നമ്മുടെ ഈ വിഷനിൽ എല്ലാം എക്കോസിസ്റ്റം ഗ്രോ ചെയ്യുള്ളൂ, സ്റ്റാർട്ടപ്പ്സും ബിസിനസ്സും ഗ്രോ ചെയ്യുള്ളൂ. കാരണം ഇവർ ഡയറക്റ്റ്ലി സ്റ്റാർട്ടപ്പുകളിലോട്ടും ബിസിനസ്സിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലൂടെ അവർ എത്തണം. അപ്പം നേരെ മറിച്ച് ടൈക്കൂൺസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു പ്ലേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഇത് എന്നുള്ളൊരു സംഗതി മാറണം. അപ്പോൾ അവിടെ മൊണോപ്പൊളി സ്വഭാവം മാറി ഇതൊരു ലിബറൽ ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളതും അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഫേസ് ആണ്. സോ അതാണ് നമ്മൾ അങ്ങനെ ഒരു സംഗതി. പിന്നെ അത് മാത്രമല്ല, കമ്മിങ് ടു കമ്പനി പെർസ്പെക്റ്റീവ്, ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ എൻറ്റിറ്റിയിൽ അണ്ടറിൽ വരുന്ന സംഗതി ആയിട്ടല്ല ഇത് വരിക. ഇത്രയും ലാർജ് പൂർ ഓഫ് ആളുകൾക്ക് വെൽത്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണ്, അവർക്കൊരു ഇൻകം സോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണ്. മേ ബി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വെൽ വിഷ്യേഴ്സ് ആയിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ഉള്ളത് നമ്മളുടെ ഹാപ്പി ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നമ്മളെ ക്ലോസ് സർക്കിളിൽ നിന്നുള്ള 110+ ഇൻവെസ്റ്റേഴ്സ്, നമുക്കുള്ള 110 ഇൻവെസ്റ്റേഴ്സ് 5 വർഷമായിട്ട് നമ്മൾ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഗതിയാണ്. അവരിൽ ആർക്കും ഇന്ന് വരെ നമുക്കൊരു പ്രോഫിറ്റ് ഷെയറോ ഒരു പേയ്മെന്റോ ഇല്ല. ആൻഡ് അഗെയിൻ അവർ ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സിനാരിയോ പറയുമ്പോൾ അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കമ്പനീസിൽ. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ആ പേ ഔട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ആൻഡ് അതിൽ പല കേസസിൽ നോക്കുകയാണെങ്കിലും, പല ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ ഒരു ഇൻകം കിട്ടുന്നതിലൂടെ അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മളൊരു കാറ്റഗറി ഓഫ് മേലക്കുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ പല ഇൻകത്തിൽ നിന്നൊരു ഇൻകം ആയിരിക്കും ഇത്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളുടെ ഇൻകം കിട്ടുന്നതിലൂടെ അവരുടെ കാര്യങ്ങൾ നടന്നു പോവുക, അവരുടെ അസറ്റോടെ ഗെയിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു വലിയ അവരുടെ പ്രാർത്ഥനയും അവരുടെ ബ്ലെസ്സിങ്സും നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. അത് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ കിട്ടിയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ നമ്മളുടെ ടീമാണെങ്കിലും എല്ലാം നമുക്ക് അവിടെ എംപവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്, അതാണ് അതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻവെസ്റ്റർ സൈഡിൽ നമ്മൾ അല്ലെങ്കിൽ പാർട്ട്ണർ സൈഡിൽ. സോ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കുന്ന സമയത്ത് ഫൗണ്ടേഴ്സ് ആയാലും റാക്ക് പാർട്ട്ണറാണ്, ഇവിടെ കമ്മിങ് ടു ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും റാക്ക് പാർട്ട്ണറാണ്, റാക്കിലൊരു പാർട്ട്ണറാണ്. പിന്നെ ഇത്ര വിഷനറി ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ ഇപ്പോൾ കാലിക്കറ്റ് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ടവർ കാണുന്ന സമയത്ത് ഇതിൽ ഞാൻ പാർട്ട്ണറാണെന്ന് പറയുന്ന ഒരു പ്രിവിലേജ് തന്നെയാണ്. ഇതിലുണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻസ് ആണെങ്കിലും ഇതിലുണ്ടാകാൻ പോകുന്ന ഓരോ മൈൽ സ്റ്റോൺസ് ആണെങ്കിലും ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനിൽ അവരെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. ക്വാർട്ടർലി റിപ്പോർട്ട്സും AGMസും കാര്യങ്ങളൊക്കെ പാർട്ട്ണറായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ അപ്ഡേറ്റ്സിലും ഉണ്ടാവും. ഇപ്പോൾ എവറി കമ്പനീസ്, എവറി മൈൽ സ്റ്റോൺസ് എല്ലാവർക്കും അവിടെ ഇവൻറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം അവർക്ക് അപ്ഡേറ്റഡ് ആയിരിക്കും. സോ ആ ഒരു പ്രിവിലേജ് തന്നെയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 16-ാമത്തെ വയസ്സിൽ റോയൽ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് ചെറുതായിട്ടൊക്കെ തുടങ്ങി, ഒരുപാട് പേര് കളിയാക്കി, ഒരുപാട് പേര് മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഷിബിലി റഹ്മാൻ ജീവിതത്തിൽ എവിടെയും എത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മുന്നിലാണ് ഇന്ന് ഷിബിലി റാക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അവതരിപ്പിച്ചത്, റാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് അവതരിപ്പിച്ചത്. ആ ബ്രാൻഡിൽ 110 ആളുകൾ വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞ 5 വർഷങ്ങൾ പോകുന്നുണ്ടെന്ന് തെളിയിച്ച് കാണിച്ചത്. ഒരുപാട് സ്റ്റാർട്ടപ്സിൻ്റെ ഫെയിലിയേഴ്സ് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വളർന്നേക്കുന്നത് കണ്ടിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ ഷിബിലിയുടെ ലൈഫിൽ എന്താണ് പണത്തിന് കൊടുക്കുന്ന വാല്യൂ? ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റിനെ ഞാൻ എപ്പോഴും കാണുന്നതെന്ന് പറയുന്നത്, നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മളിതിനെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇതിനൊരു ഫിയർ ഫാക്ടർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനെ നമ്മളുടെ ഒരു ടൂളായിട്ട് കണ്ടുകൊണ്ട് അതിന് കൃത്യമായി മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിന് കൃത്യമായിട്ടുള്ള ഇൻപുട്സ് ഔട്ട്കംസ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ആണെങ്കിലും നമ്മുടെ ഇൻകം ജനറേഷൻ ആണെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതിലിപ്പോൾ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ഫൈനാൻസിലാണെങ്കിലും ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കോർ മോട്ടോ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ജേർണി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫൈനാൻഷ്യലി സെക്യൂർഡ് ആവുക എന്നുള്ളതായിരിക്കും ആദ്യം, ദെൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതായിരിക്കും, അതിനുശേഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള അച്ചീവ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ അവർക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, അവർക്ക് അതിൽ നിന്ന് മണി വർക്ക് ഫോർ യു കോൺസെപ്റ്റിൽ എത്താൻ വേണ്ടി പറ്റണം, നമ്മളുടെ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലോട്ട് എത്തണം, അതിൻ്റെ അപ്പുറത്തോട്ട് അതിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിൽ നിന്ന് ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടാൻ പറ്റണം, കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റണം, അതിൽ കുറേ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. സോ ആസ് ഓഫ് നൗ നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പല വേദികളിലും പറഞ്ഞിരുന്ന കാര്യമായിരുന്നു, നിങ്ങളിപ്പോൾ പഠിച്ച് ജോലി കിട്ടി നിങ്ങൾ നല്ലൊരു പ്രൊഫൈലിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷുവറായിട്ട് നിങ്ങൾക്ക് അവിടെ സേഫാണ്, നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റണം. എല്ലാവരും ഓൺടർപ്രണേഴ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല, എംപ്ലോയീസും ആണെങ്കിൽ എന്നാലും നമുക്ക് ഓൺടർപ്രണേഴ്സിന് എംപ്ലോയീസ് ഉണ്ടാവും, ടീം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഫഷനാണ്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പോകണം, ഗ്രോ ചെയ്യണം, അവിടെ നിങ്ങളൊരു എൻ്റർപ്രണർ മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ നിങ്ങൾ പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം, റിസ്ക് ടേക്കിംഗ് ആയിരിക്കണം, എൻ്റർപ്രണർ ആവണം എന്നുള്ളതാണ്. സോ അത്തരത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ റീപ്ലേസബിൾ ആയിരിക്കില്ല, പ്രത്യേകിച്ച് ഇന്നതാണല്ലോ വലിയൊരു ചർച്ചാ വിഷയം, നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളത്. അപ്പുറത്തോട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ ഗ്രോ ചെയ്യണം, അവർക്ക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ആയാലും സ്പീക്കിംഗ് ആയാലും അതുപോലെ തന്നെ നെഗോഷിയേഷൻ, പാർട്ടിസിപ്പേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതൊക്കെ ഫോക്കസ് ചെയ്ത് പോവുക, ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊക്കെ ഫോക്കസ് ചെയ്ത് പോവുക, അത് ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു കരിയർ ഗ്രോത്ത് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിലൊരു കോർ ഏരിയ. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ അവർ ശരിക്കും അവരൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, പ്രൊഫഷണലി അവർ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ഫാമിലിക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊരു സംരംഭകനായിട്ട് മാറുന്ന സമയത്ത്, ഒരു ഓൺടർപ്രണറായി മാറുന്ന സമയത്ത് അതുപോലത്തെ ഒരു 10 അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. 10 പേർക്കൊരു അല്ലെങ്കിൽ 10 കൂടുതൽ മിനിമം ഒരു 10 പേർക്കെങ്കിലും ഒരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഒരു 10 പേർക്ക് ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗ്ഗം എന്തായാലും വരും. അപ്പോൾ 10 പേർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, അതിലൂടെ 10 ഫാമിലിനെ എംപവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും സംസാരിച്ചിരുന്നത്, നമ്മളൊരു പ്രൗഡായിട്ട് കണ്ടിരുന്നതും. അതുപോലത്തെ ഒരു 20+ ഫാമിലീസിനെ നമുക്ക് നമ്മുടെ ടീമായിട്ടും പ്ലസ് 100+ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫുൾ ടൈം എംപ്ലോയീസ് അല്ലാത്തൊരു ക്രൗഡ് വേറെ തന്നെയുണ്ട്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതും പ്രോജക്ട് ബേസ്ഡ് ആയിട്ടും, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിലും കൺസൾട്ട് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിലും അവർക്കും നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത്രയും വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ ഫാമിലീസിനെ നമുക്ക് എംപവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ടാവാൻ നമുക്ക് പറ്റി എന്നുള്ളത് നമ്മൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇനി റാക്കിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അതിനും ബിയോണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ ഒരു 10 പേർക്ക് ജോലി കൊടുക്കുന്ന സംരംഭകനാവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഇത്രയും സംരംഭകരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് റാക്കിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. സോ അവിടെ ശരിക്കും അതിൻ്റെ ഒരു വലിയ വിഷനാണ്, വലിയൊരു പ്ലേസ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ക്വാർട്ടറിലും 30 പുതിയ ഓൺടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അവിടെ 30 ഓൺടർപ്രണേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ 300 ജോലിയാണ് അവിടെ ഉണ്ടാകുന്നത്. 3 വർഷം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3000 കൂടുതൽ തൊഴിലവസരങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് എക്സിസ്റ്റിംഗ് അല്ലാത്ത പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ക്രിയേഷൻസ് അവിടെ ഉണ്ടാവുകയാണ്. സോ അത്രയും വലിയൊരു എക്കണോമിക്കൽ കോൺട്രിബ്യൂഷൻ, മേ ബി നമ്മളുടെ ഒക്കെ ഒരു GDP ഗ്രോത്തിലോട്ട് വരെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പ്രൊജക്റ്റ് മാറ്റം, നമുക്ക് ചേഞ്ചസ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് റാക്കിലൂടെ. അപ്പോൾ റാക്കിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിനെ കുറിച്ചാണ് സ്റ്റിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പോകുന്ന പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഓൾറെഡി നവംബർ തൊട്ടാണ് നമ്മുടെ ഇൻക്യുബേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്സിൻ്റെ ഈ ഫസ്റ്റ് ക്വാർട്ടർ ഇൻക്യുബേഷൻസ് നവംബർ, ഡിസംബർ, ജനുവരിയിൽ നമ്മൾ ഫസ്റ്റ് 30 മെമ്പേഴ്സിനെ ഓൺബോർഡ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് അടുത്ത ഫേസിലോട്ട് അടുത്ത ക്വാർട്ടർ അങ്ങനെ ആയിരിക്കും പോവുക. ജനുവരി ആകുമ്പോഴത്തേക്കും നമ്മളുടെ ടവറിൻ്റെ ഓപ്പണിങ്സും കാര്യങ്ങളും ഫംഗ്ഷനിലാവും, ഒരു വലിയ പെർസെൻറ്റേജ് നമ്മൾ ഫംഗ്ഷനിലാക്കും. എന്നിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അത് അടുത്ത 3 വർഷത്തേക്ക് നമുക്ക് കറക്റ്റ് പിക്ചർ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വലിയൊരു വിഷൻ നമ്മൾ വേറെയും എന്ത് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കറിയാം, ഷിബിലിനെ പേഴ്സണലിയും പ്രൊഫഷണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷൻ, ചെറിയ പ്രായം കൊണ്ട് തന്നെ ഒരുപാട് വിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും നേരത്തെ സംസാരം കേട്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. എന്താ പറഞ്ഞത്, ബിയോണ്ട് ദ ഏജ് അല്ലെങ്കിൽ ബിയോണ്ട് ദ എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്താണ് റാക്കിൻ്റെ വിഷൻ? റാക്കിൽ ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്തൊരു 10 വർഷത്തേക്ക് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ള കറക്റ്റ് പിക്ചർ ഉണ്ട്. അതായത് 2036 വരത്തേക്കുള്ള ഒരു വിഷൻ ഉണ്ട്. ഇപ്പോൾ 2026 ഫേസ് 1 എന്നുള്ള രീതിയിൽ റാക്ക് ഇക്കോസിസ്റ്റം ടവർ
ആ ഒരു ടവറിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇതിന്റെ ഒരു സക്സസ് മോഡൽ, ഇതിന്റെ ഒരു പ്രൂഫ് നമ്മൾ വെക്കാൻ പോകുന്നത് 2030 അതായത് 3 വർഷം കൊണ്ട് നമ്മൾ 300 സ്കെയിലബിൾ വെഞ്ചേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് റാക്കിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ക്വാർട്ടറിലും 30 സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 360 കൂടുതൽ വരാം. പക്ഷേ അതിൽ നമ്മളൊരു 300 എണ്ണം സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് 2030 റാക്ക് വില്ലേജ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരിക്കും ആക്ച്വൽ എടുത്ത നെക്സ്റ്റ് ലെവൽ സ്റ്റെപ്പ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി റാക്കിൻ്റെ എല്ലാ സിസ്റ്റംസും ഓൾറെഡി ബിൽഡായി, നമ്മൾ പ്രോസസ്സറിലോട്ട് ഇൻവേർട്ടായി. ഇനിയിപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റാക്ക് വില്ലേജിലോട്ടാണ്. അടുത്ത സ്റ്റേജിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. റാക്ക് വില്ലേജ് ആദ്യത്തെ പ്ലേസ്മെന്റ് നമ്മൾ കാലിക്കറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറൗണ്ട് ഒരു 40 acres ഓഫ് ലാൻഡിൽ, നമ്മൾ ഓൺ ലാൻഡിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് വില്ലേജ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇന്നോവേഷൻ ഉണ്ട്, ആൻഡ് ഓൾസോ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, റെസിഡൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി ആൻഡ് IB സ്കൂൾസ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇന്നോവേഷനിൽ നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യങ്ങൾ, നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങൾ ഒരു എക്സ്പാൻഡഡ് സംഗതികൾ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് വരുന്നത് ടവറിന്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ അവിടെ വരും. ആൻഡ് ഓൾസോ ഇന്നിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ അതൊരു 45,000 സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ അതിന് അങ്ങോട്ട് വരുമ്പോൾ മേ ബി ഒരു 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലായിരിക്കും ഇത് ഉണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് R&D ലാബ്സ് ഫെസിലിറ്റീസും കോവർക്കിംഗ് യൂണിറ്റ്സുകളും റെഡിമെയ്ഡ് ഓഫീസുകൾ, ഇപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ഓഫീസുകൾ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുന്ന് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് അവിടെ ഇൻഡിവിജ്വൽ ഓഫീസസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള എക്കോസിസ്റ്റം, ഇന്നോവേഷൻ എന്നുള്ളൊരു ഏരിയ, അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി. അതാണ് റാക്ക് വില്ലേജിൻ്റെ അടുത്ത് 2030. അതുപോലെ ഓൾറെഡി ഇപ്പോൾ 2026 നമ്മൾ ലാൻഡ് അക്വിസിഷനിലോട്ട് മൂവ് ചെയ്യാണ്. 27, 28, 29 ഡെവലപ്മെന്റ്, 2030 നമ്മളതിൻ്റെ ലോഞ്ച്. ഇതാണ് നമ്മളതിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇതിന്റെ എക്സ്പാൻഷൻസ് ആണ് 2033 5 ലൊക്കേഷൻസിലോട്ട്. റാക്ക് വില്ലേജിനെ നമ്മൾ 5 ലൊക്കേഷൻസിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിപ്പോൾ കേരളത്തിൽ ഒന്നേ നമ്മൾ ചെയ്യുന്നുള്ളൂ, കാലിക്കറ്റ്, പുറത്ത് വേറെ സ്റ്റേറ്റ്സിലോട്ട് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ 2036 ഇത്രയും വില്ലേജസും അസറ്റ്സും ഇത്രയും കമ്പനീസും ഇത്രയും എക്വിറ്റീസും ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ഇത്രയും ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്, എക്കോസിസ്റ്റത്തിന്, റവന്യൂ മേക്കിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിന് നമ്മൾ 2036 പ്രൗഡ്ലി ഒരു IPOയിലോട്ട് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാണുന്നത്. സോ റാക്കിൻ്റെ ഒരു എൻ്റെ വിഷൻ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു 60% പ്രൈവറ്റ് ഇക്വിറ്റിയിൽ ട്രീറ്റ് ചെയ്യുകയും ദെൻ നെക്സ്റ്റ് ഒരു പെർസെൻറ്റേജ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ എത്ര വയസ്സുണ്ടാവും? 33. ഏജിൽ IPOയ്ക്ക് പോയേക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു സംരംഭകനാവും. അതായിരിക്കില്ല, മേ ബി നോക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ കൂടെ നമ്മൾ അടുത്തൊരു 10 വർഷത്തെ വിഷനിൽ നമ്മളിപ്പോൾ റാക്കിലോട്ട് നോക്കുന്ന സമയത്ത് 2036 37,500 കോടി രൂപക്ക് മിനിമം വാല്യുവേഷനിൽ റാക്കിനെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഹ്യൂജ് മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ കാണുന്നത്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഫേസിലോട്ട് ബിൽഡ് ചെയ്തത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന്നുള്ളതല്ല, ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ചെറിയ മൈൽ സ്റ്റോൺസ് അത് സെലിബ്രേറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. കാരണം ഞാൻ ഇത്ര നേരം ഒരു 23-കാരനോടല്ല സംസാരിച്ചത്, ഒരു വളരെ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചൊരു ഫീലായിരുന്നു. അതിനേക്കാൾ ഉപരി ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വിഷനിൽ ഇത്ര മിഷനിൽ ഒരു ഓൺട്രപ്രണർ എങ്ങനെ വേണം ബിസിനസ് സെറ്റ് ചെയ്യാൻ, എങ്ങനെ വേണം അവൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സെറ്റ് ചെയ്യാൻ, അത് എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായിട്ടൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെക്കുക, താൻ ചെയ്ത ആ സിസ്റ്റത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഇതൊക്കെ പറയുന്ന ചെറിയ കാര്യമല്ല. അപ്പം നമുക്ക് വീണ്ടും കാണണം 2030 നമ്മുടെ അടുത്ത അച്ചീവ്മെൻറ്റ് നേടുമ്പോഴും 33 ഫേസ് 3 പോകുമ്പോഴും 2036 നമ്മുടെ ഏറ്റവും വലിയ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ സീറ്റിൽ ഒന്നോടെ വന്നിരുന്ന പ്രൗഡ്ലി പറയണം. അന്ന് കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ശിബിലിനെ കുറിച്ച് സംസാരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി മുന്നോട്ടും ഈ യാത്രയിൽ ഞാനും രംഗുചേട്ടനും സംരംഭവും സ്പാർക്കും ഒരുപോലെ തന്നെ ഇതുപോലെ ഇത്ര നാൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ കൂടെ ഉണ്ടാകും. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്പാർക്ക് മാത്രമുള്ള ഒരു എപ്പിസോഡായിരിക്കുമെന്ന്. ഷിബിലിയുടെ കഥ കേൾക്കണമെങ്കിൽ വളരെ രസമാണ്. സ്പാർക്കിൻ്റെ പണ്ടത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ കൊടുക്കും. എന്താണെങ്കിലും തീർച്ചയായിട്ടും എടുത്ത് കേൾക്കണം. അവിടെ നിന്ന് മനസ്സിലാകും ഇന്ന് ഇവിടെ നിന്ന് സംസാരിച്ച ഷിബിലി റഹ്മാൻ എന്ന വ്യക്തിയുടെ ആ വിഷനെക്കുറിച്ചും മിഷനെക്കുറിച്ചും അദ്ദേഹം സക്സസ് ആക്കിയ മോഡലിനെ കുറിച്ചും. സോ നമുക്ക് ഈ എപ്പിസോഡ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. എഗെയിൻ ഞാൻ ഷിബിലി ഒന്നോടെ കൊണ്ടുവരും. അന്ന് ഈ പറയുന്ന കാര്യങ്ങളിലെ ഫേസ് 1ഉം ഫേസ് 2 ഒക്കെ സക്സസ് ആക്കി കഴിയുമ്പോൾ ഞാൻ ഒന്നോടെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഷിബിലിയുടെ വളർച്ച കാണാൻ. കോഴിക്കോട് പോകുമ്പോൾ തീർച്ചയായിട്ടും റാക്കിൻ്റെ ആ ടവർ നിങ്ങൾ കണ്ടിരിക്കണം. ജാനുവരിയിൽ അത് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഷിബിലി ഇനി കൊണ്ടുവരാൻ പോകുന്ന 30 സ്റ്റാർട്ടപ്പുകളുടെ ഫൗണ്ടേഴ്സിനെ നമുക്ക് ഇതേ സീറ്റിൽ കൊണ്ടുവരണം. അവരെ കൊണ്ടുവരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.